ഹ്യൂമാനിറ്റീസ് കഫേയുടെ പുതിയൊരു ക്ലാസ്സിലേക്ക് ഏവർക്കും സ്വാഗതം. നമ്മളിപ്പോൾ നോക്കാൻ പോകുന്നത് നമ്മുടെ +2 ഹിസ്റ്ററിയിലെ ഏറ്റവും അവസാനത്തെ ചാപ്റ്ററാണ്. അതായത് നമ്മുടെ 15ാമത്തെ ചാപ്റ്റർ ആയിട്ടുള്ള കേരള ടുവേർഡ്സ് മോഡേണിറ്റി എന്ന് പറയുന്ന ഈ ഒരു ചാപ്റ്ററാണ്. അപ്പോൾ ഞാൻ ഇംഗ്ലീഷിൽ സ്ലൈഡ്സ് കൊടുത്തിട്ടുണ്ടെന്നുണ്ടെങ്കിലും ഞാൻ എക്സ്പ്ലനേഷൻ എല്ലാം കറക്റ്റ് ഞാൻ മലയാളത്തിൽ തന്നെയാണ് പറഞ്ഞു വെക്കുന്നത് കേട്ടോ. അപ്പം എല്ലാവർക്കും അത് ക്ലിയർ ആയിട്ട് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇംഗ്ലീഷുകാരും മലയാളംകാരും ഒക്കെ എന്താക്കുക, നിങ്ങളൊന്ന് പറയുന്ന കാര്യങ്ങളൊന്ന് ശ്രദ്ധിച്ച് കേട്ടിരിക്കുക ആദ്യം മുതൽ അവസാനം വരെ തന്നെ. പിന്നെ നിങ്ങൾ ടെക്സ്റ്റ് ബുക്കിൽ ഈ ഒരു ചാപ്റ്റർ കൂടി ഒന്ന് ഓപ്പൺ ചെയ്ത് വെച്ചോളൂ. ഞാൻ പറയുന്നതിനനുസരിച്ചൊന്ന് എന്താക്കുക, അതുകൂടി ഒന്ന് ഫോളോ ചെയ്ത് പോവുക. ഓക്കെ, ഈ ഒരു ചാപ്റ്ററിൽ ഒരു വലിയൊരു ചാപ്റ്ററാണ്. ഞാൻ ഇമ്പോർട്ടൻ്റ് ഉള്ള കാര്യങ്ങൾ മാത്രമാണ് പറയുന്നത്. നോക്കൂ, ഇതിൽ ആദ്യമേ നമ്മൾ പഠിക്കേണ്ട ഒരു ടോപ്പിക്കാണ് ഏർലി റെസിസ്റ്റൻസ് ഓഫ് എഗെയിൻസ്റ്റ് കൊളോണിയലിസം എന്ന് പറയുന്നത്. ഓക്കെ, മലയാളത്തിൽ അത് ഞാൻ കൊടുത്തിട്ടുണ്ട്. അവിടെ കൊളോണിയൽ ഭരണത്തിനെതിരായ ആദ്യകാല ചെറുത്തുനിൽപ്പുകൾ എന്ന് പറഞ്ഞിട്ട് ഒരു മെയിൻ ടോപ്പിക്ക് കാണാൻ പറ്റും. ഓക്കെ, ഏർലി റെസിസ്റ്റൻസ് എഗെയിൻസ്റ്റ് കൊളോണിയലിസം. അപ്പോൾ ഈ ഒരു ടോപ്പിക്കിനകത്ത് നമുക്ക് പഠിക്കേണ്ട കാര്യങ്ങളാണ് പഴശ്ശി റിവോൾട്ട്, കുണ്ടറ പ്രൊക്ലമേഷൻ, കുറിച്യ റിവോൾട്ട്, മാപ്പിള ഔട്ട്ബ്രേക്സ്, ഇത്രയും കാര്യങ്ങൾ. ഓക്കെ, അപ്പോൾ ഇതെല്ലാം കൂടി ചേർത്തിട്ട് ചിലപ്പോൾ നമുക്കൊരു ഷോർട്ട് എസ്സേ ആയിട്ട് ചോദിക്കാൻ ചാൻസ് ഉണ്ട് ഏർലി റെസിസ്റ്റൻസ് എഗെയിൻസ്റ്റ് കൊളോണിയലിസത്തെ പറ്റിയിട്ട് എഴുതാൻ വേണ്ടിയിട്ട്. അല്ലെങ്കിൽ എന്ത് ചെയ്യുന്നു ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഇതിങ്ങനെ മെയിനായിട്ട് ചോദിച്ചില്ല എന്നുണ്ടെങ്കിൽ ഇതിൽ ഏതെങ്കിലും ഒരെണ്ണമൊക്കെ എടുത്തിട്ട് 2 മാർക്കിനോ 4 മാർക്കിനോ അങ്ങനെയും ചോദിക്കാൻ ചാൻസ് ഉണ്ട് കേട്ടോ. സോ നമുക്ക് എന്തായാലും എല്ലാം എന്താണെന്ന് നമുക്ക് നോക്കാം. ആദ്യമേ തന്നെ പഴശ്ശി റിവോൾട്ട് അല്ലെങ്കിൽ പഴശ്ശി കലാപം എന്ന് മലയാളത്തിൽ പറയാം. അപ്പോൾ കാര്യം ഞാൻ പറഞ്ഞു തരാം എന്താണെന്നുള്ളത്. ഒരു കഥ പോലെ നിങ്ങളിതൊന്ന് മനസ്സിലാക്കാൻ ശ്രമിക്കുക. ഈ പഴശ്ശി കലാപം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ബ്രിട്ടീഷുകാർക്കെതിരായിട്ട് നമ്മുടെ കേരളത്തിൽ നടന്ന ഏറ്റവും സീരിയസ് ആയിട്ടുള്ള വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കലാപമായിരുന്നു. അതായത് കേരളവർമ്മ പഴശ്ശിരാജ എന്ന് പറയുന്ന എന്താണ് പറയുക, കോട്ടയം രാജകീയ കുടുംബത്തിലെ ഒരു രാജാവാണ് ഈ ഒരു സമരം നയിച്ചത്. ആരാണ്? കേരളവർമ്മ പഴശ്ശിരാജ. ഓക്കെ, പഴശ്ശി റിവോൾട്ട് നയിച്ചത് ആർക്കെതിരെയാണ്? ബ്രിട്ടീഷുകാർക്കെതിരെയാണ് ഈ ഒരു റിവോൾട്ട് നയിച്ചത്. പിന്നെ ഇത് 2 ഘട്ടമായിട്ടായിരുന്നു നടന്നത്. ഫസ്റ്റ് സ്റ്റേജ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഫസ്റ്റ് ഫേസ് എപ്പോഴായിരുന്നു എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ 1793 മുതൽ 1797 വരെയാണ് നടന്നത്. സെക്കൻഡ് ഫേസ് പിന്നീടാണ് കേട്ടോ നടക്കുന്നത്. അപ്പോൾ നമുക്കറിയാം, ഒരു കലാപം തുടങ്ങണമെങ്കിൽ അതിനെന്തെങ്കിലും ഒരു റീസൺ ഉണ്ടാവണം, ഒരു കാരണം ഉണ്ടാവണം അല്ലേ? ഓക്കെ, അപ്പോൾ ആ കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ പഴശ്ശി രാജാവിൻ്റെ ഒരു പ്രധാനപ്പെട്ട ബുദ്ധിമുട്ട് എന്തായിരുന്നു? ബ്രിട്ടീഷുകാർ കൊണ്ടുവന്ന മിസ്റ്റേക്കൺ റവന്യൂ പോളിസി, അങ്ങനെയാണ് കൊടുത്തിട്ടുള്ളത്. അതായത് തെറ്റായിട്ടുള്ള നികുതി നയം, ബ്രിട്ടീഷുകാർ കൊണ്ടുവന്ന തെറ്റായിട്ടുള്ള നികുതി നയം എന്ന് പറയുമ്പോൾ എന്താണ് പറയുക, കറക്റ്റ് അല്ലാത്ത രീതിയിലുള്ള നികുതി നയം, റവന്യൂ പോളിസി. അതായത് ടാക്സിൻ്റെ സിസ്റ്റമാണ് കേട്ടോ, ടാക്സ് സിസ്റ്റത്തെ പറ്റിയിട്ടാണ്. അപ്പോൾ അത് മിസ്റ്റേക്കൺ റവന്യൂ പോളിസി ബ്രിട്ടീഷുകാർ കൊണ്ടുവന്നത് കൊണ്ടാണ് എന്ത് ചെയ്യുന്നത്, ഈ ഒരു പഴശ്ശി റിവോൾട്ട് കേരളവർമ്മ പഴശ്ശി രാജാവ് സ്റ്റാർട്ട് ചെയ്തത്. അത് ഒരു കാരണമാണ്. ഓക്കെ, അപ്പോൾ ഞാൻ പറഞ്ഞു ഇതിനുള്ള റീസണാണ് പറഞ്ഞു വരുന്നത്. ബ്രിട്ടീഷുകാർ കൊണ്ടുവന്ന മിസ്റ്റേക്കൺ റവന്യൂ പോളിസി, തെറ്റായിട്ടുള്ള നികുതി നയം, അത് കാരണമാണ് മെയിനായിട്ട്. ആ ഒരു റീസൺ കാരണമാണ് ഈ ഒരു കലാപം ബ്രിട്ടീഷുകാർക്കെതിരായിട്ട് നമ്മുടെ രാജാവ് സ്റ്റാർട്ട് ചെയ്തത്. രണ്ടാമത്തെ ഒരു പ്രധാന റീസൺ കൂടിയുണ്ട്. അതെന്താണ് കാര്യം എന്നറിയാവോ? നമ്മുടെ മൈസൂരിന് എതിരായിട്ടുള്ള യുദ്ധത്തിൽ ബ്രിട്ടീഷുകാരെ പഴശ്ശി രാജാവ് യഥാർത്ഥത്തിൽ സഹായിച്ചിട്ടുണ്ടായിരുന്നു. അതായത് ആദ്യകാലത്ത് പഴശ്ശി രാജാവും നമ്മുടെ ബ്രിട്ടീഷുകാരും തമ്മിൽ ഭയങ്കര മറ്റെന്താ പറയുക, ഒരു നല്ലൊരു കണക്ഷൻ ഉണ്ടായിരുന്നു, നല്ലൊരു റിലേഷൻഷിപ്പ് ഉണ്ടായിരുന്നു. ഓക്കെ, നല്ലൊരു ഫ്രണ്ട്സ് എന്നൊക്കെ നമുക്ക് വേണമെങ്കിൽ പറയാം, അല്ലെങ്കിൽ നല്ലൊരു റിലേഷൻ അവർ തമ്മിലുണ്ടായിരുന്നു. വേറെ ശത്രുതയൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ മൈസൂരിനെതിരായിട്ടുള്ള ആക്രമണത്തിൽ ബ്രിട്ടീഷുകാരെ സഹായിച്ചത് ആരായിരുന്നു? പഴശ്ശി രാജാവായിരുന്നു. അപ്പോൾ പഴശ്ശി രാജാവ് വെറുതെ അങ്ങ് പോയി സഹായിച്ചതല്ല. ബ്രിട്ടീഷുകാർ പറഞ്ഞിരുന്നു, പഴശ്ശി രാജാവെ നിങ്ങൾ വന്ന് സഹായിച്ച് തരികയാണെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യാം, യുദ്ധം ജയിച്ചു കഴിഞ്ഞാൽ അല്ലെങ്കിൽ മൈസൂരിനെ നമുക്ക് കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ എന്ത് ചെയ്യും, നിങ്ങൾക്ക് ദറ്റ് ഈസ് പഴശ്ശി രാജാവിന് ജനങ്ങളിൽ നിന്നും നികുതി പിരിക്കാനുള്ള അവകാശം ഞാൻ തരാം, മീൻസ് ഞങ്ങൾ തരാമെന്ന് ബ്രിട്ടീഷുകാർ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഓക്കെ, അപ്പോൾ അതാണ് കാര്യം. എന്താണ്, മൈസൂറുകാർക്കെതിരായിട്ടുള്ള ആക്രമണത്തിൽ നമ്മുടെ പഴശ്ശി രാജാവ് ബ്രിട്ടീഷുകാരെ സഹായിക്കുന്നുണ്ട്. വെറുതെയല്ല, അത് ജയിക്കുകയാണെന്നുണ്ടെങ്കിൽ, ആ ഒരു പ്രോസസ്സ് അവിടെ ജയിക്കുകയാണെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യും, തിരിച്ച് നികുതി കളക്ട് ചെയ്യാനുള്ള ഒരു അവകാശം പഴശ്ശി രാജാവിന് ബ്രിട്ടീഷുകാർ തരാമെന്ന് നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, വാക്ക് കൊടുത്തിട്ടുണ്ടായിരുന്നു. ഓക്കെ, പക്ഷേ അവിടെ ആ ഒരു എന്താ പറയുക, യുദ്ധമൊക്കെ ജയിക്കുന്നുണ്ട്. എന്നിട്ട് ബ്രിട്ടീഷുകാർ അവസാനമായപ്പോൾ കാലുമാറി, അതായത് വാക്ക് തെറ്റിച്ചു. നമ്മുടെ ഈ ഒരു നികുതി പിരിക്കേണ്ട ആ ഒരു റൈറ്റ്, നികുതി കളക്ട് ചെയ്യേണ്ട റൈറ്റ് ആർക്ക് കൊടുത്തു എന്നറിയാവോ? പഴശ്ശി രാജാവിന് കൊടുത്തില്ല. പകരം ആർക്കാ കൊടുത്തേ? കുറുമ്പ്രനാടിലെ ഒരു രാജാവിന് കൊടുത്തു. ഓക്കെ, രാജാ ഓഫ് കുറുമ്പ്രനാടെന്നാണ് പറയുന്നത്. ഓക്കെ, അപ്പോൾ കുറുമ്പ്രനാടിലെ ഒരു രാജാവിനാണ് നികുതി കളക്ട് ചെയ്യാനുള്ള റൈറ്റ് കൊടുത്തത്. പഴശ്ശി രാജാവിന് കൊടുക്കാമെന്ന് പറഞ്ഞിട്ട്
എന്താണ് പറ്റിച്ചിട്ടാണ് നമ്മുടെ ഈ കുറുമ്പനാടിലെ രാജാവിന് കൊടുത്തത്. അപ്പോൾ വേറൊരാൾ, അപ്പം നമുക്ക് ആരായാലും പഴശ്ശിരാജാവിൻ്റെ സ്ഥാനത്ത് ആരായാലും നമുക്ക് ദേഷ്യം വരും അല്ലേ. പക്ഷേ എവിടുത്തെ പ്രശ്നം എന്താണെന്നറിയോ, ഈ കുറുമ്പനാടിലെ രാജാവ് എന്ന് പറയുന്നത് നമ്മുടെ പഴശ്ശിരാജാവിൻ്റെ സ്വന്തം അങ്കിളായിരുന്നു. അങ്കിള് മാത്രമല്ല, പഴശ്ശിരാജാവിൻ്റെ ഒരു എന്താ പറയുക, ഒരു വലിയൊരു ശത്രു കൂടിയായിരുന്നു ഈ കുറുമ്പനാടിലെ രാജാവ് എന്ന് പറയുന്നത്. അതാണ് അവിടുത്തെ പ്രോബ്ലം. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ഇത്രയും പറഞ്ഞ കാര്യം മനസ്സിലായെന്ന് വിചാരിക്കുന്നുണ്ട്. അതായത് പഴശ്ശി റിവോൾട്ട് സ്റ്റാർട്ട് ചെയ്ത കേരളവർമ്മ പഴശ്ശി രാജാവാണ്. അപ്പോൾ പഴശ്ശി രാജാവ് ബ്രിട്ടീഷുകാർക്ക് എതിരെ ഇത് തുടങ്ങാനുള്ള ഒരു മെയിൻ റീസൺ എന്ന് പറയുന്നത് ബ്രിട്ടീഷുകാർ കൊണ്ടുവന്ന തെറ്റായിട്ടുള്ള നികുതി നയം, മിസ്റ്റേക്കൺ റവന്യൂ പോളിസി. രണ്ടാമത്തെ ഒരു റീസൺ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഒരു കാര്യമാണ് കേട്ടോ. മൈസൂർ ആക്രമണത്തിൽ സഹായിച്ചു പഴശ്ശി രാജാവ്, തിരിച്ച് നികുതി കളക്റ്റുള്ള റൈറ്റ് കൊടുക്കാമെന്ന് പറഞ്ഞു, കൊടുക്കാണ്ട് ഇദ്ദേഹത്തിൻ്റെ അങ്കിളും എനിമിയും ശത്രുവുമായിട്ടുള്ള കുറുമ്പനാടിലെ രാജാവിന് കൊടുത്തു. ഇതാണ് അവിടുത്തെ ഒരു പ്രധാനപ്പെട്ട പ്രശ്നം എന്ന് പറയുന്നത്. അങ്ങനെ ഇദ്ദേഹം വളരെ ശക്തമായിട്ട് തന്നെ ഈ ഒരു കലാപം മുന്നോട്ട് കൊണ്ടുപോകുന്നുണ്ട്. പിന്നെ ബ്രിട്ടീഷുകാർക്ക് ഒരുപാട് നഷ്ടം ഉണ്ടായപ്പോൾ അവർ വന്ന് പറഞ്ഞ് കോംപ്രമൈസ് ചെയ്യുന്നുണ്ട് കേട്ടോ. അങ്ങനെ ഈ ഒരു ഫസ്റ്റ് ഫേസ് ഇവിടെ അവസാനിപ്പിക്കുകയാണ്. പിന്നെ സെക്കൻഡ് ഫേസ് സ്റ്റാർട്ട് ചെയ്യുന്നത് 1800-ലാണ്. ഓക്കെ, അപ്പോൾ അതെന്തുകൊണ്ടാണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ബ്രിട്ടീഷുകാർ വയനാട് പിടിച്ചെടുക്കാൻ വേണ്ടി ശ്രമിച്ചു. ഓക്കെ, 1800 ആ ഒരു ടൈമിൽ എന്ത് ചെയ്തു, ബ്രിട്ടീഷുകാർ വയനാട് പോയി പിടിച്ചെടുക്കാൻ ശ്രമിച്ചു. അപ്പോൾ അത് പഴശ്ശി രാജാവിന് ഇഷ്ടപ്പെടാത്തതുകൊണ്ടാണ് രണ്ടാം ഘട്ടത്തിൽ വീണ്ടും പഴശ്ശി റിവോൾട്ട് മുന്നോട്ട് കൊണ്ടുവന്നു, വീണ്ടും എഗെയിൻ റീസ്റ്റാർട്ട് ചെയ്തത്. ഓക്കെ, അപ്പോൾ ഈ ഒരു സമയത്തൊക്കെ കുറിച്യാസും കുറുംബ്രാസ് പോലുള്ള വിഭാഗങ്ങളൊക്കെ നമ്മുടെ പഴശ്ശി രാജാവിന് എന്ത് ചെയ്തു, ഹെൽപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു ബ്രിട്ടീഷുകാർക്കെതിരെ ഫൈറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഇവിടുത്തെ ഇഷ്യൂ എന്താ, വയനാടിനെ ബ്രിട്ടീഷുകാർ പിടിച്ചെടുക്കാൻ ശ്രമിച്ചു, അതാണ് ഇവിടുത്തെ പ്രോബ്ലം കേട്ടോ. ഓക്കെ, പിന്നെ പഴശ്ശിരാജ ചെയ്ത ഒരു കാര്യമായിരുന്നു ഗൊറില്ല വാർഫെയർ. അതായത് വയനാട്ടിലെ അകത്തോട്ടുള്ള ഉൾക്കാടുകളിലൊക്കെ പോയിരുന്നിട്ട് ഗൊറില്ല വാർഫെയർ ചെയ്തു. ഗൊറില്ല വാർഫെയർ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒളിപ്പോരെന്നാണ് മലയാളത്തിൽ പറയാം. അതായത് ഒളിച്ചിരുന്നിട്ട് എന്ത് ചെയ്യുന്നത്, മറ്റേ അമ്പും ഇതൊക്കെ വെച്ചിട്ട് ഒളിച്ചിരുന്നുള്ള ആക്രമണം. ഓക്കെ, അതാണ് ഈ ഗൊറില്ല വാർഫെയർ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ അത് നമ്മളൊന്ന് ഓർക്കേണ്ട ഒരു പോയിൻ്റാണ് കേട്ടോ. ഈ പഴശ്ശി കലാപത്തിൽ ഉണ്ടായിരുന്ന ഒരു പ്രധാനപ്പെട്ട സവിശേഷതയാണ് ഈ ഒളിപ്പോര് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഗൊറില്ല വാർഫെയർ എന്ന് പറയുന്നത്. പക്ഷേ പിന്നീട് എന്ത് ചെയ്യുന്നുണ്ട്, നമ്മുടെ പഴശ്ശി രാജാവിനെ കൊല്ലുന്നുണ്ട് ബ്രിട്ടീഷുകാർ വന്നിട്ട്. അത് മാവിലത്തോട്, വയനാട്ടിൽ തന്നെയുള്ള മാവിലത്തോട് എന്ന് പറയുന്ന ഒരു സ്ഥലത്ത് വെച്ചിട്ടാണ് 1805 എന്ത് ചെയ്യുന്നത്, ബ്രിട്ടീഷുകാർ പഴശ്ശി രാജാവിനെ കൊല്ലുന്നത്. ഓക്കെ, അങ്ങനെ ഈ ഒരു റിവോൾട്ട് ഇവിടെ അവസാനിക്കുകയും ചെയ്യുന്നുണ്ട്. ഓക്കെ, ആ ഒരു കാര്യം മാവിലത്തോട് എന്ന് പറയുന്ന സ്ഥലത്ത് വെച്ചിട്ടാണ് പഴശ്ശി രാജാവ് കൊല്ലപ്പെടുന്നത്. അത് നമുക്ക് വൺ വേർഡ് ആയിട്ടും ചോദിക്കാറുണ്ട്. ആ ഒരു സ്ഥലം നിങ്ങൾ ഓർത്ത് വയ്ക്കുക. അപ്പോൾ ഇത്രയേ ഉള്ളൂ പഴശ്ശി കലാപം എന്ന് പറയുന്നത്. ഇനി നമുക്ക് നോക്കാനുള്ളതാണ് കുണ്ടറ വിളംബരം അല്ലെങ്കിൽ കുണ്ടറ പ്രൊക്ലമേഷൻ എന്താണെന്നുള്ളത്. അത് നമുക്ക് 2 മാർക്കിനൊക്കെ ചോദിക്കാൻ ചാൻസ് ഉള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ നമ്മുടെ വേലുത്തമ്പീനെ പറ്റി നമ്മൾ കേട്ടിട്ടുള്ളതാണ്. തിരുവിതാംകൂറിലെ ദളവയായിരുന്നു വേലുത്തമ്പി എന്ന് പറയുന്നത് അല്ലേ, വേലുത്തമ്പി ദളവ എന്ന് നമ്മൾ പറയാറുണ്ട്. ബ്രിട്ടീഷുകാർ തിരുവിതാംകൂർ സ്റ്റേറ്റിലും ട്രാവൻകൂർ സ്റ്റേറ്റിലും ഒരുപാട് പ്രശ്നങ്ങളൊക്കെ, അതായത് ഒരുപാട് എന്താ പറയുക, ഈ നികുതി കൂട്ടുക അങ്ങനെയുള്ള കുറച്ച് സംഭവങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്. കുറേ കാര്യങ്ങൾ അവിടെ പറയുന്നുണ്ട്, അതൊന്നും ഡീറ്റെയിൽ ആയിട്ട് പറയുന്നില്ല. എന്തായാലും അങ്ങനെ കുറച്ച് ഇഷ്യൂസ് ട്രാവൻകൂറിൽ ഉണ്ടായപ്പോൾ ബ്രിട്ടീഷുകാർക്കെതിരായിട്ട് വേലുത്തമ്പി തിരിയുന്നുണ്ട്. ഓക്കെ, എതിരായിട്ട് ആകുന്നുണ്ട്. അപ്പോൾ അങ്ങനെ കുണ്ടറ എന്ന് പറയുന്ന സ്ഥലത്ത് 1809 ഓക്കെ, കുണ്ടറ എന്ന് പറയുന്ന സ്ഥലത്ത് വേലുത്തമ്പി എത്തിയിട്ട് അദ്ദേഹം ഒരു എല്ലാ ആൾക്കാരോടും ഒരു ആഹ്വാനം ചെയ്യലായിരുന്നു, ബ്രിട്ടീഷുകാർക്കെതിരെ ഫൈറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് എല്ലാവരും എന്നോടൊപ്പം നിൽക്കുക, അല്ലെങ്കിൽ അങ്ങനെ ഒരു പ്രൊക്ലമേഷൻ നടത്തുകയായിരുന്നു. അവിടെ ആ കറക്റ്റ് സെൻറ്റൻസ് ഞാൻ വായിച്ചുതരാം. ഹി ഇഷ്യൂഡ് എ പ്രൊക്ലമേഷൻ അർജിങ് ദ പീപ്പിൾ ടു റാലി അണ്ടർ ഹിസ് ബാനർ ഫോർ എ പാട്രിയോട്ടിക് സ്ട്രഗിൾ അഗെയിൻസ്റ്റ് ദ ഫോറിനേഴ്സ്. ഈ ഫോറിനേഴ്സിനെതിരായിട്ട് അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിൽ എല്ലാവരും ഒരുമിച്ച് ചേരാം എന്നുള്ള ഒരു ആഹ്വാനമായിരുന്നു അത്. ഈ ഒരു പ്രൊക്ലമേഷനെയാണ് കുണ്ടറ വിളംബരം എന്ന് പറയുന്നത്. ഓക്കെ, പക്ഷേ എന്നിട്ട് ഇതൊക്കെ കഴിഞ്ഞിട്ടും ഇദ്ദേഹം എന്ത് ചെയ്യുന്നുണ്ട്, ഇദ്ദേഹത്തിന് ആ ദളവ എന്ന് പറയുന്ന ആ ഒരു പൊസിഷനൊക്കെ പോകുന്നുണ്ട്. പിന്നെ ഉമ്മിണി തമ്പി എന്ന് പറഞ്ഞിട്ട് ഒരു പുതിയ ദളവയാണ് അടുത്ത് ഭരിക്കാൻ വേണ്ടിയിട്ട് വരുന്നത്. ഓക്കെ, അപ്പോൾ ഈ ഉമ്മിണി തമ്പി വന്നപ്പോൾ തന്നെ പറഞ്ഞു അന്നേരം എന്ത് ചെയ്യുന്നുണ്ട്, ഈ ബ്രിട്ടീഷുകാർക്കെതിരെ ഫൈറ്റ് ചെയ്യുക എന്ന് പറയുമ്പോൾ പിന്നെ ഉറപ്പായിട്ടും ബ്രിട്ടീഷുകാർ അവരെ നോട്ട് ചെയ്യും, എങ്ങനെയെങ്കിൽ കൊല്ലാൻ നോക്കും അല്ലേ, അങ്ങനെയാണല്ലോ. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മുടെ വേലുത്തമ്പി ഒളിവിലായിരുന്നു ആ ഒരു ടൈമിൽ കേട്ടോ. അപ്പോൾ അങ്ങനെ ഒളിവിലായതുകൊണ്ട് തന്നെയാണ് അടുത്ത് വന്ന ദളവ ഉമ്മിണി തമ്പി പറഞ്ഞു, ആരാണോ വേലുത്തമ്പീനെ കണ്ടുപിടിച്ച് അറസ്റ്റ് ചെയ്തുകൊണ്ട് വരുന്നത് അവർക്ക് കൃത്യമായിട്ടൊരു പ്രതിഫലം തരാം, ഒരു റിവാർഡ് കൊടുക്കുന്നതായിരിക്കും എന്ന് പറഞ്ഞൊരു ഓർഡർ ഇഷ്യൂ ചെയ്തു. ഉമ്മിണി തമ്പി എന്ന് പറയുന്ന പുതിയ ദളവ. ഓക്കെ, പക്ഷേ ഇതൊക്കെ അറിഞ്ഞിട്ട് തന്നെ മണ്ണടി എന്ന് പറയുന്ന ഒരു സ്ഥലത്താണ് യഥാർത്ഥത്തിൽ നമ്മുടെ വേലുത്തമ്പി ഒളിവിലായിരുന്നത്. അവിടെ വെച്ചിട്ട് തന്നെ എന്ത് ചെയ്യുന്നുണ്ട്, സ്വയം ആത്മഹത്യ ചെയ്യുന്നുണ്ട്, സൂയിസൈഡ് ചെയ്തു. ഓക്കെ, അങ്ങനെയാണ് പറയപ്പെടുന്നത് കേട്ടോ. മണ്ണടി എന്ന് പറയുന്ന സ്ഥലത്ത് വെച്ചിട്ടാണ് നമ്മുടെ വേലുത്തമ്പി മരിക്കുന്നത്. അപ്പോൾ ഈ ഒരു സ്ഥലത്തിൻ്റെ പേര് നിങ്ങൾ ഓർക്കുക. പഴശ്ശി രാജാവാണെങ്കിൽ ഏതായിരുന്നു, മാവിലത്തോട് എന്ന് പറയുന്ന സ്ഥലത്തായിരുന്നു വയനാട്ടിലെ.
ഇത് നമ്മുടെ വേലുത്തമ്പി ആകുമ്പോൾ മണ്ണടി എന്ന് പറയുന്ന ഒരു സ്ഥലത്താണ്, അത് 1 വേർഡിന് ചോദിക്കാറുണ്ട്. അപ്പം ഇത്രയാണ് കുണ്ടറ വിളംബരം എന്ന് പറയുന്നത്. ഇനി നമുക്ക് വരുന്നത് കുറിച്യ കലാപമാണ്, കുറിച്യ റിവോൾട്ട് അല്ലെങ്കിൽ കുറിച്യ കലാപം എന്ന് പറയാം. അപ്പോൾ എവിടെ എന്താ സിറ്റുവേഷൻ എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ, ഞാൻ നേരത്തെ പഴശ്ശി റിവോൾട്ടിൻ്റെ കാര്യം പറഞ്ഞപ്പോഴേ പറഞ്ഞു, പഴശ്ശി രാജാവിനെ സഹായിച്ച 2 വിഭാഗങ്ങളായിരുന്നു കുറിച്യാസും കുറുംബ്രാസും എന്ന് പറയുന്നത്. കുറിച്യ വിഭാഗവും കുറുംബ്രാസും എന്ന് പറയുന്നത്. ഓക്കെ, ഇവർ ആക്ച്വലി എന്താണ്, മറ്റൊരു ഗോത്ര വിഭാഗങ്ങളാണ് കേട്ടോ, ട്രൈബൽസ് ആണ്. വയനാട്ടിൽ തന്നെയുള്ള ഗോത്ര വിഭാഗങ്ങളാണ് കുറിച്യാസും കുറുംബ്രാസും. ഓക്കെ, അപ്പോൾ ഇവർ പഴശ്ശി രാജാവിനെ സഹായിച്ചതുകൊണ്ട് തന്നെ അന്നേ ബ്രിട്ടീഷുകാർ നോട്ടിട്ട് വെച്ചിരിക്കുകയാണ് ഇവന്മാരെ തകർക്കണം എന്ന് പറഞ്ഞിട്ട്. കാരണം ബ്രിട്ടീഷുകാർക്കെതിരായിട്ടുള്ള ഒരു ഫൈറ്റ് ആയിരുന്നല്ലോ അത്. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് തന്നെ ബ്രിട്ടീഷുകാർ എന്ത് ചെയ്യുന്നുണ്ട്, ഇവരെ എങ്ങനെയെങ്കിലും അടിച്ചമർത്താൻ വേണ്ടിയിട്ട് ശ്രമിക്കുന്നുണ്ട്. ഓക്കെ, അപ്പോൾ അതിന് വേണ്ടിയിട്ട് ബ്രിട്ടീഷുകാർ ചെയ്ത ഒരു ട്രിക്കാണ്, ഇവരുടെ ചെറിയ ചെറിയ ഭൂമി പ്രദേശങ്ങളൊക്കെ പിടിച്ചെടുക്കുന്നുണ്ട്. ഓക്കെ, കൈക്കലാക്കുന്നുണ്ട് ആര്, ബ്രിട്ടീഷുകാർ. കുറിച്യാസിൻ്റെയും കുറുംബാസിൻ്റെയും ചെറിയ ഭൂമി പ്രദേശങ്ങളൊക്കെ പിടിച്ചെടുക്കുന്നുണ്ട്. എന്നിട്ട് അത് മാത്രമല്ല, ഇവർ ഈ ഗോത്ര വിഭാഗങ്ങളായത് കൊണ്ട് തന്നെ ഇവർ ചെയ്തു വന്നിരുന്ന ഒരു പാറ്റേൺ ആയിരുന്നു സ്ലാഷ് ആൻഡ് ബേൺ കൾട്ടിവേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, സ്ലാഷ് ആൻഡ് ബേൺ കൾട്ടിവേഷൻ അത് അവരുടെ ഒരു എന്താ പറയുക, അവർ കൃഷി ചെയ്തിരുന്ന ഒരു മെത്തേഡാണ് കേട്ടോ, സ്ലാഷ് ആൻഡ് ബേൺ കൾട്ടിവേഷൻ എന്നാണ് നമ്മൾ പറയുന്നത്. സോ ആ ഒരു അവർ പരമ്പരാഗതമായിട്ട് ചെയ്തു വന്ന അങ്ങനെ ഉള്ള പാറ്റേൺസും കാര്യങ്ങളൊക്കെ അവരുടെ അടുത്ത് പറഞ്ഞു, അങ്ങനെയൊന്നും ഇനി ചെയ്യരുതെന്ന് പറഞ്ഞു. അങ്ങനെ ട്രഡീഷണലായിട്ട് അവർ ഫോളോ ചെയ്തു വരുന്ന സ്ലാഷ് ആൻഡ് ബേൺ കൾട്ടിവേഷൻ മെത്തേഡുകളൊന്നും അവർക്ക് ചെയ്യാനായിട്ട് ബ്രിട്ടീഷുകാർ പെർമിഷൻ കൊടുത്തില്ല. ഓക്കെ, ഭൂമി എന്താ ചെയ്യുകയാണ്, ബ്രിട്ടീഷുകാർ പിടിച്ചെടുക്കുക, മീൻസ് കൈക്കലാക്കി വെച്ചിരിക്കുകയും ചെയ്യുന്നുണ്ട്. അത് മാത്രമല്ല, ഈ നികുതി അടയ്ക്കേണ്ട ഒരു തുക എന്ന് പറയുന്നത് അതുവരെ, അതായത് മുന്നേ മുതൽ എന്തായിരുന്നു, സാധനങ്ങളായിട്ടായിരുന്നു നികുതി കൊടുത്തുകൊണ്ടിരുന്നത്. ഓക്കെ, എന്തെങ്കിലും സാധനങ്ങളൊക്കെ ആയിട്ടായിരുന്നു കൊടുത്തിട്ടുണ്ടായിരുന്നത്. പക്ഷേ ബ്രിട്ടീഷുകാർ പറഞ്ഞു, ഇനി മുതൽ നിങ്ങൾ സാധനങ്ങളായിട്ട് തരണ്ട, പകരം ക്യാഷായിട്ട് തന്നെ, പണമായിട്ട് തന്നെ റവന്യൂ തരണം എന്ന് പറഞ്ഞു. ഓക്കെ, അപ്പോൾ ഇങ്ങനെ കുറേ റെസ്ട്രിക്ഷൻസ് അവരുടെ മേൽ കൊണ്ടുവയ്ക്കുന്നുണ്ട്. അപ്പോൾ ഇതെല്ലാം കൂടി സഹിക്കാൻ പറ്റിയില്ല ആർക്ക്, കുറിച്യാസിന്. അപ്പോൾ കുറിച്യാസ് ഉറപ്പായിട്ട് എന്ത് ചെയ്ത് കാണും, അതെ, റിവോൾട്ട് സ്റ്റാർട്ട് ചെയ്തു. 1812 കുറിച്യ റിവോൾട്ട് സ്റ്റാർട്ട് ചെയ്തു. ഇത് രാമനമ്പി എന്ന് പറയുന്ന ഒരു വ്യക്തിയുടെ നേതൃത്വത്തിലായിരുന്നു കുറിച്യ കലാപം സ്റ്റാർട്ട് ചെയ്തത്. അപ്പോൾ അത് നമുക്ക് 1 വേർഡായിട്ട് ചോദിക്കുന്നതാണ്, രാമനമ്പി. രാമനമ്പിയെ തന്നെ മറ്റൊരു പേരിൽ അറിയപ്പെടുന്നുണ്ട്, രാമമൂപ്പ എന്നും അറിയപ്പെടുന്നുണ്ട് കേട്ടോ. അപ്പം അറ്റ്ലീസ്റ്റ് നിങ്ങൾ നമ്പി എന്നെങ്കിലും നിങ്ങൾ ഓർത്ത് വെച്ചേക്കുക. അപ്പോൾ രാമനമ്പിയുടെ നേതൃത്വത്തിലാണ് കുറിച്യ കലാപം സ്റ്റാർട്ട് ചെയ്യുന്നത് ബ്രിട്ടീഷുകാർക്കെതിരായിട്ട് കേട്ടോ. അപ്പോൾ അവർ ബ്രിട്ടീഷുകാരെയൊക്കെ അറ്റാക്ക് ചെയ്യുന്നുണ്ട്. അങ്ങനെ വലിയ ഇഷ്യൂ അവിടെ വരുന്നുണ്ട്. ഓക്കെ, അങ്ങനെ വന്നപ്പോൾ ബ്രിട്ടീഷ് ഫോഴ്സസ് എല്ലാം കൂടി ചെന്നിട്ട് നമ്മുടെ രാമനമ്പീനെ എന്ത് ചെയ്യുന്നുണ്ട്, കൊല്ലുന്നുണ്ട്. എഗെയിൻ അവർ രാമനമ്പീനെ കൊല്ലുന്നുണ്ട്. പക്ഷേ ഇത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇതൊരു ട്രൈബൽ വിഭാഗമാണ് ഈ ഒരു കലാപം ഇത്രയും സ്ട്രോങ് ആയിട്ട് എന്ത് ചെയ്തത്, മുന്നോട്ട് കൊണ്ടുപോയത് അല്ലേ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതിന് ഒരുപാട് സപ്പോർട്ടൊക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു എന്നാണ് പറയപ്പെടുന്നത് കേട്ടോ. അപ്പോൾ ഇതാണ് കുറിച്യ കലാപം എന്ന് പറയുന്നത്. ഇനി നമുക്ക് നോക്കാനുള്ളതാണ് മാപ്പിള ഔട്ട് ബ്രേക്സ്, മാപ്പിള കലാപങ്ങൾ എന്ന് നമുക്ക് പറയാം. ഇപ്പം മാപ്പിള എന്താണ് കലാപങ്ങൾ എന്ന് പറയുമ്പോൾ മലബാറിൽ നടന്ന ഒരു എന്താ പറയുക വയലൻറ്റ് ഡിസ്റ്റർബൻസ്. ഇത് ഒരു പ്രശ്നമല്ല, മലബാറിൽ ആ ഒരു ടൈമിൽ ഒത്തിരി പ്രശ്നങ്ങളുണ്ടായിരുന്നു, അതായത് ഒരുപാട് വയലൻസ് നടന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിനെല്ലാം കൂടി ചേർത്തിട്ടാണ് ഈ മാപ്പിള ഔട്ട് ബ്രേക്സ് എന്ന് പറയുന്നത്. ഏകദേശം 50-ൽ പരം അത്തരത്തിൽ വയലൻസുകൾ മലബാറിൽ അന്ന് നടന്നിട്ടുണ്ടായിരുന്നു എന്നാണ് പറയപ്പെടുന്നത് കേട്ടോ. പ്രത്യേകിച്ചും എന്തായിരുന്നു വയലൻസ് എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ, നമ്മുടെ ബ്രിട്ടീഷുകാർ കൊണ്ടുവന്ന നികുതി നയം, ഓക്കെ, റവന്യൂ പോളിസി, ഓക്കെ, അത് കാരണം എന്ത് ചെയ്യുന്നുണ്ട്, ഒരുപാട് പാവപ്പെട്ട ആൾക്കാർക്ക് അവരുടെ കൃഷി നഷ്ടമുണ്ടാവുന്നുണ്ട്. അത് മാത്രമല്ല, ഈ പൈസയൊക്കെ ഒരുപാട് നികുതിയായിട്ട് കൊടുക്കുമ്പോൾ അവർക്ക് ബാക്കിയൊന്നും ഉണ്ടാവില്ല. അപ്പോൾ ദാരിദ്ര്യം വരും, ക്ഷാമം വരും, അങ്ങനെയുള്ള ഇഷ്യൂസൊക്കെ വന്നതുകൊണ്ട് തന്നെയാണ് അവിടെ മാപ്പിള കലാപങ്ങൾ മലബാറിൽ എന്ത് ചെയ്തത്, നടന്നിട്ടുണ്ടായിരുന്നത്. ഓക്കെ, അപ്പോൾ ഇതിനെതിരായിട്ടൊക്കെ പിന്നെ കുറേ വെൽഫെയർ മെഷേഴ്സ്, ക്ഷേമ നടപടികളൊക്കെ ബ്രിട്ടീഷുകാർ കൊണ്ടുവരുന്നുണ്ടെന്ന് ഗവൺമെൻറ് കൊണ്ടുവന്നു. പിന്നെ ഈ ഇങ്ങനെ ചെറിയ ചെറിയ രീതിയിലുണ്ടായ 50-ൽ പരം ഈ ഒരു വയലൻസൊക്കെ കൂടി ചേർന്നിട്ട് തന്നെയാണ് 1921 മാപ്പിള കലാപം, മാപ്പിള റെബല്യനും സംഭവിക്കുന്നത്. ഓക്കെ, അത് ജസ്റ്റ് നിങ്ങളൊന്ന് മനസ്സിലാക്കിയിരുന്നാൽ മതി. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഏർലി റെസിസ്റ്റൻസ് അഗെയിൻസ്റ്റ് കൊളോണിയലിസം എന്ന് പറഞ്ഞ് നമുക്ക് ചോദിക്കുമ്പോൾ എഴുതേണ്ടത്. ഞാൻ ഒരിക്കൽ കൂടി പറയുന്നു, അങ്ങനെ ചോദിച്ചില്ല എന്നുണ്ടെങ്കിൽ ഇതിൽ ഏത് വേണോ, ജസ്റ്റ് പഴശ്ശി റിവോൾട്ടിനെ പറ്റിയിട്ട് 4 മാർക്കിന് നമുക്ക് ചോദിക്കാം. ഓക്കെ, അല്ലെങ്കിൽ കുണ്ടറ പ്രൊക്ലമേഷൻ എന്താണെന്ന് ചോദിക്കാം, കുറിച്യ മാപ്പിള എന്താണെന്ന് ചോദിക്കാം. അപ്പോൾ നിങ്ങൾ പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾ എന്താക്കുക, ശ്രദ്ധിച്ച് കേട്ടു എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെന്നുണ്ടെങ്കിൽ കമൻറ്റ് സെക്ഷനിൽ ചോദിച്ചാൽ മതി. ഓക്കെ, ഇനി നമുക്ക് ഈ ഒരു ചാപ്റ്ററിൽ നിന്ന് നെക്സ്റ്റ് തന്നെ വരുന്ന ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ് സോഷ്യൽ റിഫോംസ്, സാമൂഹിക പരിഷ്കരണം എന്ന് പറയുന്നത്. ഞാൻ മലയാളത്തിലും ഇംഗ്ലീഷ് ആ ടോപ്പിക്കിൻ്റെ പേര് കൊടുത്തിട്ടുണ്ട്, നോക്കുക, ടെക്സ്റ്റ് ബുക്കിലൂടെ ഒന്ന് നോക്കുക കേട്ടോ. അപ്പോൾ സോഷ്യൽ റിഫോംസ് എന്ന് പറയുമ്പോൾ പ്രത്യേകിച്ചൊന്നും പറയാനില്ല, കാരണം ഇതിനകത്ത് എല്ലാം പോയിൻ്റായിട്ട് കുറേ കാര്യങ്ങൾ കൊടുത്തിട്ടുണ്ട്. മാക്സിമം പറ്റുന്നതെല്ലാം വായിച്ചിട്ട് പോവേണ്ടതാണ്. ഓക്കെ, സോഷ്യൽ റിഫോംസ് എന്ന് പറയുമ്പോൾ ഇതിനകത്ത് നമുക്ക് പഠിക്കേണ്ടത്
കുറേ സോഷ്യൽ റിഫോമേഴ്സിനെ പറ്റിയിട്ടാണ്. ഞാൻ ഇവിടെ കൊടുത്തിട്ടുണ്ട് വൈകുണ്ഠ സ്വാമികൾ. ഗുരു എന്ന് പറയുന്നത് ഏതാണ്? നമ്മുടെ ശ്രീനാരായണ ഗുരുവിനെയാണ് ഞാൻ ഗുരു എന്ന് ഷോർട്ടായിട്ട് എഴുതിയിട്ടുള്ളത്. പിന്നെ ചട്ടമ്പി സ്വാമികളുണ്ട്, അയ്യങ്കാളി, വക്കം മൗലവിയുണ്ട്, വാഗ്ഭടാനന്ദനുണ്ട്, മാർ കുര്യാക്കോസ് ഏലിയാസ് ചാവറയുണ്ട്, VT ഭട്ടതിരിപ്പാടുണ്ട്. ഇത്രയും ആൾക്കാരുടെ അല്ലേ, ഏകദേശം ഒരു 8 ആൾക്കാരുടെ 8 സോഷ്യൽ റിഫോമേഴ്സിനെ പറ്റിയിട്ടാണ് ഈ ഒരു സോഷ്യൽ റിഫോംസ് എന്ന് പറഞ്ഞ ടോപ്പിക്കിനകത്ത് നമുക്ക് പഠിക്കാനുള്ളത്. നിങ്ങളിതിനകത്ത് മെയിനായിട്ട് നമുക്ക് ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ 2 മാർക്കിന് ചോദിക്കാറുള്ളതാണ്. നെയിം എനി 2 സോഷ്യൽ റിഫോമേഴ്സ്. ഏതെങ്കിലും 2 സാമൂഹ്യ പരിഷ്കർത്താക്കളുടെ പേര് എഴുതാൻ വേണ്ടിയിട്ട് ചോദിക്കും. അപ്പോൾ നമുക്ക് ഏത് എഴുതാം? ഈ 8 എണ്ണത്തിൽ ആരുടെ പേര് വേണോ എഴുതാം. അപ്പോൾ അങ്ങനെ ഒരു ചോദ്യം വരാറുണ്ട്. അല്ലാന്നുണ്ടെങ്കിൽ 1 വേർഡിന് ഇതിനകത്തുനിന്ന് ഒത്തിരി ചോദ്യങ്ങൾ വരാറുണ്ട്. കാരണം ഇതിനകത്ത് ഈ 8 ആൾക്കാരും എഴുതിയിട്ടുള്ള പല ടെക്സ്റ്റ് ബുക്കുകളുടെ പേര്, അവർ എന്തൊക്കെ പരിഷ്കാരങ്ങളാണ് കൊണ്ടുവന്നത്, അങ്ങനെയൊക്കെ പറയുന്നുണ്ട്. ജനിച്ച സ്ഥലം, അങ്ങനെയൊക്കെയുള്ള കുറേ കാര്യങ്ങൾ പറയുന്നുണ്ട്. അതൊക്കെ നിങ്ങൾ ജസ്റ്റ് ഒന്ന് നോക്കി വയ്ക്കുക. ഞാൻ എന്താ പറയുക, ജസ്റ്റ് ഒന്ന് പറഞ്ഞു തരാം. നിങ്ങൾ എന്തായാലും ടെക്സ്റ്റ് നോക്കി നന്നായിട്ട് വായിച്ച് പഠിച്ചാൽ അത് മനസ്സിലാകത്തുള്ളൂ കേട്ടോ. ജസ്റ്റ് ഞാൻ പറഞ്ഞു എന്ന് പറഞ്ഞിട്ട് നിങ്ങൾക്ക് പഠിക്കാൻ പറ്റത്തില്ല. എങ്കിലും ഒന്ന് പറയാം. ആദ്യമേ തന്നെ വൈകുണ്ഠ സ്വാമികൾ എന്ന് പറയുമ്പോൾ അതിൽ മെയിനായിട്ട് നമ്മൾ ഓർക്കേണ്ട കാര്യം, അദ്ദേഹം കൊണ്ടുവന്ന മൂവ്മെൻ്റ് ആണ്. സമത്വ സമാജം എന്ന് പറയുന്ന മൂവ്മെൻറ്റ് സ്റ്റാർട്ട് ചെയ്തത് ആരാണ്? വൈകുണ്ഠ സ്വാമികൾ. 1 വേർഡിന് ചോദിക്കാൻ ചാൻസ് ഉണ്ട്. അദ്ദേഹത്തിൻ്റെ 2 ടെക്സ്റ്റ് ബുക്കുകളുടെ പേര് കൊടുത്തിട്ടുണ്ട്. അഖില തിരുട്ടും പിന്നെ അരുൾ നുള്ള് എന്ന് പറഞ്ഞിട്ട് 2 ടെക്സ്റ്റ് ബുക്കുകളുടെ പേരുണ്ട്. ടെക്സ്റ്റ് ബുക്ക് എടുത്ത് നോക്കുക കേട്ടോ. ഞാനിങ്ങനെ പറഞ്ഞു പോകുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവണമെന്നില്ല. ടെക്സ്റ്റ് ബുക്ക് കൂടി എടുത്ത് നോക്കുക, വായിച്ച് പഠിക്കുക. ഓക്കെ. പിന്നെ അദ്ദേഹം കൊണ്ടുവന്ന പരിഷ്കാരങ്ങൾ മീൻസ് റിഫോംസ് ആണ് എന്തൊക്കെ? നമ്മുടെ കണ്ണാടി പ്രതിഷ്ഠ അദ്ദേഹം കൊണ്ടുവന്നതാണ്. അയ്യാവഴി എന്ന് പറയുന്ന അദ്ദേഹത്തിൻ്റെ ഒരു തത്വമായിരുന്നു. പിന്നെ ഇദ്ദേഹം പലതരത്തിലുള്ള ഡിസ്ക്രിമിനേഷൻസിനെതിരെ പോരാടിയ വ്യക്തിയാണെന്നൊക്കെ പറയുന്നുണ്ട്. പിന്നെ ശ്രീനാരായണ ഗുരു എന്ന് പറയുമ്പോൾ ശ്രീനാരായണ ഗുരു സെപ്പറേറ്റ് ആയിട്ട് വേണമെങ്കിൽ 4 മാർക്കിന് ചോദിക്കാൻ ചാൻസ് ഉണ്ട് കേട്ടോ. അത്രയും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പേഴ്സൺ അല്ലേ. അപ്പോൾ ശ്രീനാരായണ ഗുരു എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ചെമ്പഴന്തിയിലാണ് ജനിക്കുന്നത്, ട്രിവാൻഡ്രത്തുള്ള. ആൻഡ് ഇദ്ദേഹം കൊണ്ടുവന്ന മൂവ്മെൻ്റാണ് SNDP. നമുക്ക് എല്ലാവർക്കും അറിയാമെന്നുള്ള കാര്യമാണ്. പിന്നെ ശ്രീനാരായണ ഗുരുവിൻ്റെ ടെക്സ്റ്റ് ബുക്കുകളാണ് ആത്മോപദേശ ശതകം, ദൈവദശകം, പിന്നെ എന്താണ് ദർശനമാല, ശിവശതകം, നവമഞ്ജരി എന്നൊക്കെ പറഞ്ഞിട്ട് പറ്റുന്നതൊക്കെ നിങ്ങൾ ഓർത്ത് വയ്ക്കുക. പിന്നെ ഇദ്ദേഹം കൊണ്ടുവന്ന റിഫോംസ് ഒക്കെ പറയുന്നുണ്ട്. നമ്മുടെ 1 കാസ്റ്റ് 1 റിലീജിയൻ 1 ഗോഡ് ഫോർ മാൻ അല്ലേ, ഒരു ജാതി ഒരു മതം ഒരു ദൈവ മനുഷ്യനെന്ന് പറയുന്ന ആ ഒരു തത്വം. പിന്നെന്താണ്, അരുവിപ്പുറത്തെ ശിവപ്രതിഷ്ഠ നടത്തിയത് ശ്രീനാരായണ ഗുരുവായിരുന്നു. ആ ഒരു കാര്യമൊക്കെ ഒന്ന് ഓർത്ത് വെച്ചേക്കുക. പിന്നെ അടുത്ത ചട്ടമ്പി സ്വാമികൾ പറയുന്ന സമയത്ത് അദ്ദേഹത്തിൻ്റെ ടെക്സ്റ്റ് ബുക്കുകളാണ് പ്രാചീന മലയാളം, ആദിഭാഷ, വേദാന്തികാര നിരൂപണം. ഇതൊക്കെ അദ്ദേഹത്തിൻ്റെ പ്രധാനപ്പെട്ട ബുക്കുകളായിരുന്നു എന്നുള്ളത് മനസ്സിലാക്കുക. പിന്നെ അയ്യങ്കാളി പറയുമ്പോൾ വെങ്ങാനൂരിലായിരുന്നു ജനിച്ചിട്ടുണ്ടായിരുന്നത്, ട്രിവാൻഡ്രത്തുള്ള. ഇനി അടുത്ത് അദ്ദേഹം കൊണ്ടുവന്ന മൂവ്മെൻ്റാണ് സാധുജന പരിപാലന സംഘം. അത് നമ്മൾ കൊച്ചിലെ പഠിച്ചിട്ടുള്ള ഒരു സംഗതിയാണ്. അത് നിങ്ങളൊന്ന് ഓർത്ത് വയ്ക്കുക. പിന്നെ ഇദ്ദേഹമാണ് അയ്യങ്കാളിയുടെ നേതൃത്വത്തിലാണ് കല്ലുമാല അജിറ്റേഷനൊക്കെ നടത്തിയത്. ഇനിയും ഒരുപാട് കാര്യങ്ങൾ പറയുന്നുണ്ട് അതിനകത്ത്. പറ്റുന്ന പോലെ നിങ്ങൾ വായിച്ച് വെക്കുക കേട്ടോ. ഞാൻ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രം ജസ്റ്റ് ഒന്ന് വായിച്ചു പോകുന്നത്. ഇനി അടുത്ത് വക്കം അബ്ദുൽ ഖാദർ മൗലവി അല്ലെങ്കിൽ വക്കം മൗലവി ബേസ് ചെയ്തിട്ട് പറയുന്ന കാര്യം, അദ്ദേഹം കൊണ്ടുവന്നൊരു മൂവ്മെൻ്റ് ആയിരുന്നു ട്രാവൻകൂർ മുസ്ലിം മഹാജനസഭ എന്ന് പറയുന്നത്. അദ്ദേഹത്തിൻ്റെ ബുക്കുകളാണ് സ്വദേശാഭിമാനി എന്ന് പറയുന്ന ആ ഒരു ബുക്ക്. അതിൻ്റെ എഡിറ്ററായിരുന്നു K രാമകൃഷ്ണപിള്ള. പിന്നെ അൽ ഇസ്ലാം എന്ന് പറയുന്ന ഒരു ബുക്ക് കൂടി അദ്ദേഹം എഴുതിയിട്ടുണ്ട് കേട്ടോ. അതാണ് വക്കം മൗലവി റിലേറ്റ് ചെയ്തിട്ട് പഠിക്കേണ്ടത്. ഇനി വാഗ്ഭടാനന്ദൻ ബേസ് ചെയ്ത് പറയുമ്പോൾ അദ്ദേഹം സ്റ്റാർട്ട് ചെയ്ത മൂവ്മെൻ്റാണ് ആത്മവിദ്യാസംഘം. ഇതൊക്കെ ഏത് വേണോ 1 വേർഡിന് ചോദിക്കാം, അപ്പോൾ വായിച്ച് വയ്ക്കുക. ആത്മവിദ്യാസംഘം വാഗ്ഭടാനന്ദനാണ് കൊണ്ടുവന്നത്. പിന്നെ അദ്ദേഹത്തിൻ്റെ ബുക്കുകളാണ് അഭിഭാവ കേരളം. അതുപോലെ തന്നെ അഭിഭാവ കേരളം എന്ന് പറയുന്നത് വാഗ്ഭടാനന്ദൻ സ്റ്റാർട്ട് ചെയ്തൊരു മാഗസീനായിരുന്നേ. പിന്നെ ആത്മവിദ്യാ കാഹളം എന്ന് പറയുന്നത് അദ്ദേഹം കൊണ്ടുവന്ന ഒരു ജേണലായിരുന്നു. ഓക്കെ, അതൊക്കെ നിങ്ങളൊന്ന് നോക്കി വയ്ക്കുക. പിന്നെ അടുത്ത് മാർ കുര്യാക്കോസ് ഏലിയാസ് ചാവറ എന്ന് പറയുന്നത് അദ്ദേഹത്തിൻ്റെ ഒരു പ്രധാനപ്പെട്ട പബ്ലിക്കേഷൻസ് ആണ്. ആത്മാനുതാപം, അതുപോലെ തന്നെ ഇടയനടക്കങ്ങൾ എന്ന് പറയുന്നത്, അതുപോലെ തന്നെ ധ്യാന സല്ലാപങ്ങൾ, നാലാഗമങ്ങൾ എന്നൊക്കെ പറയുന്ന അദ്ദേഹത്തിൻ്റെ ബുക്കുകളാണ്. പിന്നെ അടുത്ത VT ഭട്ടതിരിപ്പാട് വരുമ്പോൾ നമുക്ക് എല്ലാവർക്കും അറിയാമെന്നുള്ളതാണ് അടുക്കളയിൽ നിന്ന് അരങ്ങത്തേക്ക് എന്ന് പറയുന്ന അദ്ദേഹത്തിൻ്റെ നാടകം. പിന്നെ അതുപോലെ തന്നെ കണ്ണീരും കിനാവും, അത് നമ്മൾ കേട്ടിട്ടുള്ള പുസ്തകമാണ്. അത് നിങ്ങൾക്ക് പഠിക്കാൻ പറ്റുന്ന കാര്യമാണ്. പിന്നെ പ്രത്യേകിച്ചും VT ഭട്ടതിരിപ്പാട് നമ്പൂതിരി സ്ത്രീകൾക്ക് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളായിരുന്നു ചെയ്തിരുന്നത്. അതായത് നമ്പൂതിരി സ്ത്രീകൾ നേരിടുന്ന പല പ്രശ്നങ്ങൾക്കും എതിരായിട്ടായിരുന്നു അദ്ദേഹം ശബ്ദം ഉയർത്തിയത് അല്ലേ. അപ്പോൾ ഇത്തരത്തിൽ ഒരുപാട് കാര്യങ്ങൾ ഈ ഒരു ടോപ്പിക്കിനകത്ത് പറയുന്നുണ്ട്, ഓരോ വ്യക്തികളും റിലേറ്റ് ചെയ്തിട്ട്. അപ്പോൾ നിങ്ങൾ പറ്റുന്ന കാര്യങ്ങളൊക്കെ പഠിച്ചിട്ട് പോവുക. പ്രത്യേകിച്ച് ഈ ബുക്കുകളുടെ പേര്, ഓരോരുത്തർ സ്റ്റാർട്ട് ചെയ്ത മൂവ്മെൻറ്റ്, ഇതൊക്കെ നിങ്ങൾ മാക്സിമം പറ്റുന്ന പോലെ ഓർത്തിരിക്കാൻ പറ്റുന്നതൊക്കെ ഒന്ന് വായിച്ച് മനസ്സിലാക്കിയിട്ട് പോവുക കേട്ടോ. അത് ടെക്സ്റ്റ് ബുക്ക് നോക്കി വായിച്ച് പഠിച്ചാൽ തന്നെയാണ് നിങ്ങൾക്ക് ഓർമ്മയിരിക്കുള്ളൂ. പറ്റുന്ന പോലെ എന്താക്കുക, നിങ്ങൾ നോക്കിയിട്ട് പോവുക. ഓക്കെ, 1 വേർഡിനായിരിക്കും ചോദിക്കുന്നുണ്ടാവുക.
ഇനി നമ്മൾ ഈ ഒരു 15ാമത്തെ ചാപ്റ്ററിൽ നിന്ന് ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിക്കേണ്ട ഒരു ടോപ്പിക്കാണ് സ്ട്രഗിൾ ഫോർ എ ഡെമോക്രാറ്റിക് സൊസൈറ്റി, അല്ലെങ്കിൽ മലയാളത്തിൽ ഞാൻ താഴെ ചെറുതായിട്ട് കൊടുത്തിട്ടുണ്ട്, ഒരു ജനാധിപത്യ സമൂഹത്തിനായുള്ള പോരാട്ടം. ഓക്കെ, ഈ ടോപ്പിക്ക് നിങ്ങൾ എല്ലാവരും ടെക്സ്റ്റ് ബുക്കിൽ എടുക്കുക. സോ ഇതിനകത്ത് നമുക്ക് പഠിക്കേണ്ട കാര്യങ്ങളാണ് ഷാനാർ അജിറ്റേഷൻ, വൈക്കം സത്യാഗ്രഹ, ഗുരുവായൂർ സത്യാഗ്രഹ, ടെമ്പിൾ എൻട്രി പ്രൊക്ലമേഷൻ, പിന്നെന്താണ് പാലിയം സത്യാഗ്രഹ, ഇത്രയും കാര്യങ്ങൾ. ഓക്കെ, അപ്പോൾ ഇത് ഇത്രയും കൂടി ആകുമ്പോൾ നമുക്ക് ഏകദേശമൊക്കെ ആവും കേട്ടോ ഈ ഒരു ചാപ്റ്ററിൽ നിന്ന്. സോ നമുക്ക് ഓരോന്നായിട്ട് നോക്കാം. അപ്പോൾ സ്ട്രഗിൾ ഫോർ എ ഡെമോക്രാറ്റിക് സൊസൈറ്റി മൊത്തത്തിൽ നമുക്ക് വേണമെങ്കിൽ ഒരു ഷോർട്ടസ് ആയിട്ട് ചോദിക്കാം. അപ്പോൾ അന്നേരം നമ്മൾ ഇതെല്ലാം എഴുതണം അതിനകത്ത്, അല്ലെങ്കിൽ ഇതിനകത്തുള്ള ഓരോ കാര്യങ്ങളും സെപ്പറേറ്റ് ആയിട്ട് ഷോർട്ടസേക്ക് വരാം. ഏതായാലും നമുക്ക് നോക്കാം. ഒന്നാമത് ഷാനാർ അജിറ്റേഷൻ അല്ലെങ്കിൽ ചാന്നാർ ലഹള എന്നാണ് മലയാളത്തിൽ പറയുക. നോക്കുക കേട്ടോ, ചാന്നാർ ലഹള അല്ലെങ്കിൽ ഷാനാർ അജിറ്റേഷൻ. ഈ ചാന്നാർ ലഹള തന്നെ അറിയപ്പെടുന്ന മറ്റൊരു പേരാണ് മേൽമുണ്ടു സമരം എന്ന് പറയുന്നത്, മേൽമുണ്ട് സമരം. ഓക്കെ, അപ്പോൾ ഷാനാർ അജിറ്റേഷൻ, ചാന്നാർ ലഹള, മേൽമുണ്ട് സമരം ഇതെല്ലാം ഒന്ന് തന്നെയാണ്. കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നാടാർ സമുദായം, ഈ ഷാനാർ അല്ലെങ്കിൽ ചാന്നാർ എന്ന് പറയുന്നത് നാടാർ കമ്മ്യൂണിറ്റി ഉണ്ടല്ലോ, നാടാർ സമുദായം. അപ്പോൾ ഈ നാടാർ കമ്മ്യൂണിറ്റിയിലുള്ള സ്ത്രീകൾക്ക് അവർക്ക് മേൽമുണ്ട് ധരിക്കാനുള്ള ഒരു അവകാശം ഉണ്ടായിരുന്നില്ല, റൈറ്റ് അന്ന് ഉണ്ടായിരുന്നില്ല. ഓക്കെ, അതായത് ഇത് നാടാർ എന്ന് പറയുമ്പോൾ അറിയാലോ ലോവർ കാസ്റ്റാണ്. അപ്പോൾ ഈ ഒരു നാടാർ സമുദായത്തിലുള്ള ചാന്നാർ സമുദായത്തിലുള്ള സ്ത്രീകൾക്ക് മേൽമുണ്ട് ധരിക്കാനുള്ള അവകാശം ഉണ്ടായിരുന്നില്ല. എന്നാൽ അതേസമയം അപ്പർ കാസ്റ്റായിട്ടുള്ള ഹിന്ദു സെക്ഷനിൽ, അതായത് എന്താ പറയുക, അപ്പർ ഹിന്ദു കാസ്റ്റിലുള്ള ആൾക്കാർക്ക്, സ്ത്രീകൾക്ക് മേൽമുണ്ട് ധരിക്കാനൊക്കെയുള്ള അവകാശം അന്ന് ഉണ്ടായിരുന്നു. ഈ നാടാർ സമുദായത്തിലുള്ള സ്ത്രീകൾക്ക് മാത്രമായിരുന്നു എന്താണ് ആ ഒരു റൈറ്റ് ഉണ്ടാവാത്തത്. ഓക്കെ, അപ്പോൾ ആ ഒരു സിറ്റുവേഷൻ ഉണ്ടായിരുന്നപ്പോൾ കേണൽ മുൺട്രോ എന്ന് പറയുന്ന ഒരു വ്യക്തി, അതായത് അദ്ദേഹം ഒരു ദിവാനാണ്. ഓക്കെ, കേണൽ മുൺട്രോ എന്ന് പറയുന്നത്. അപ്പോൾ അദ്ദേഹം ഒരു ഓർഡർ ഇഷ്യൂ ചെയ്തു, ഒരു വിളംബരം വെച്ചു. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഏതൊക്കെ ഈ ചാന്നാർ സ്ത്രീകളാണോ ക്രിസ്ത്യാനിറ്റിയിലോട്ട് വരുന്നത്, അതായത് ക്രിസ്ത്യൻസായി മാറുന്നത്, അവർക്ക് ഞങ്ങൾ എന്താക്കാം, അപ്പർ ബോഡി കവർ ചെയ്യാനുള്ള റൈറ്റ് തരാം, അല്ലെങ്കിൽ മേൽമുണ്ട് ധരിക്കാനുള്ള അവകാശം അങ്ങനെയുള്ള സ്ത്രീകൾക്ക് തരാം. അതായത് എന്താണ്, ക്രിസ്ത്യാനിറ്റിയിലോട്ട് കൺവേർട്ട് ചെയ്യപ്പെടുന്ന സ്ത്രീകൾക്ക് ഈ പറയണ പോലെ അപ്പർ ബോഡി എന്താണ് കവർ ചെയ്യാനുള്ള റൈറ്റ് തരാം എന്ന് കേണൽ മുൺട്രോ ഒരു ഓർഡർ അവിടെ ഇഷ്യൂ ചെയ്തു. ഓക്കെ, പക്ഷേ അപ്പോൾ അന്നേരം ഈ സ്ത്രീകൾ പറഞ്ഞു, ഞങ്ങൾക്ക് അങ്ങനെ ഒരു ക്ലോത്ത് മാത്രം ആ ഒരു ക്ലോത്ത് മാത്രം ധരിക്കാനുള്ള റൈറ്റ് പോരാ, പകരം ഒരു സ്കാർഫ് കൂടി ധരിക്കാനുള്ള ഒരു റൈറ്റ് വേണം. ഓക്കെ, അതായത് അന്ന് ആ ഹിന്ദു വിമണിന് ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞല്ലോ ആ ഒരു റൈറ്റൊക്കെ. അപ്പോൾ അവർ ഈ സ്കാർഫ് കൂടി ധരിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ഈ ഒരു ചാന്നാർ സ്ത്രീകളും പറഞ്ഞു, ഞങ്ങൾക്ക് ജസ്റ്റ് ഒന്ന് കവർ ചെയ്താൽ പോരാ, സ്കാർഫ് കൂടി ധരിക്കാനുള്ള റൈറ്റ് കൂടി വേണം എന്നവർ പറഞ്ഞു. ഓക്കെ, അപ്പോൾ ആ ഒരു സിറ്റുവേഷനിൽ ഇത് ഇത്രയൊക്കെ ആയ സ്ഥിതിക്ക് അപ്പോൾ ഉറപ്പായിട്ടും ഈ ഉയർന്ന ജാതിയിലുള്ള ആൾക്കാർക്ക് ഉറപ്പായിട്ടും ഈ ഒരു സംഗതിയൊന്നും ഇഷ്ടപ്പെടില്ല അല്ലേ. ഇവർക്ക് ഈ ഒരു റൈറ്റ് കൊടുക്കുക എന്ന് പറയുമ്പോൾ അവർക്ക് ഉറപ്പായിട്ടും അത് വിയോജിപ്പായിരിക്കും ഉണ്ടാവുക അല്ലേ. അപ്പോൾ അവരെന്ത് ചെയ്തു, ഇവരെ അടിച്ചമർത്താൻ വേണ്ടി നോക്കുന്നുണ്ട്. പക്ഷേ ഇവരെന്ത് ചെയ്യാണ്, ഇവരങ്ങോട്ട് എന്ത് ചെയ്യുന്നുണ്ട്, ഇവർ മാക്സിമം റെസിസ്റ്റ് ചെയ്ത് നിന്നു. അങ്ങനെയാണ് ആ ഒരു ചാന്നാർ ലഹള സ്റ്റാർട്ട് ചെയ്യുന്നത്, ചാന്നാർ അജിറ്റേഷൻ നടക്കുന്നത്. ഓക്കെ, പിന്നെ ഇത് എന്താണ് പറയുക, ഇതെങ്ങനെയാണ് അവസാനിച്ചതെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ 1859 ഒരു ഓർഡർ ഇഷ്യൂ ചെയ്തു. അതായത് റോയൽ പ്രൊക്ലമേഷൻ വന്നു എല്ലാവർക്കും. അതായത് ഈ ഡ്രസ്സിൻ്റെ മീൻസ് വസ്ത്രധാരണവുമായി ബന്ധപ്പെട്ട് ഒരു തരത്തിലുള്ള റെസ്ട്രിക്ഷൻസും ആർക്കും വയ്ക്കേണ്ട എന്നുള്ള നിലയ്ക്ക് ഇവർക്ക് ഫേവറബിൾ ആയിട്ടുള്ള ഒരു നിയമം വരുന്നുണ്ട്. അതോടുകൂടിയാണ് ഈ ഒരു ലഹള അവസാനിക്കുന്നത്. മനസ്സിലായല്ലോ. അപ്പോൾ ഈ ഒരു ചാന്നാർ ലഹളയുടെ വർഷം ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഏത് തന്നെയാണ്, 1859 കേട്ടോ. ഓക്കെ, അപ്പോൾ സംഭവം മനസ്സിലായല്ലോ. മേൽമുണ്ട് സമരമാണ്, അപ്പർ ബോഡി കവർ ചെയ്യാനുള്ള റൈറ്റ് ഉണ്ടായിരുന്നില്ല ചാന്നാർ സ്ത്രീകൾക്ക്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നടത്തിയൊരു അജിറ്റേഷൻ ആയിരുന്നു. ഓക്കെ, ക്ലിയർ. ഇനി അടുത്ത് വരുന്നതാണ് വൈക്കം സത്യാഗ്രഹ എന്ന് പറയുന്നത്. അപ്പോൾ വൈക്കം സത്യാഗ്രഹം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ മനസ്സിലാക്കുക, കേരളത്തിൽ ആദ്യമായിട്ട് അൺടച്ചബിലിറ്റി, തൊട്ടുകൂടായ്മ എന്ന് പറയുന്നത് നമുക്കറിയാമല്ലോ. അൺടച്ചബിലിറ്റിക്ക് എതിരായിട്ട് നടന്ന ആദ്യത്തെ ഒരു സമരം അല്ലെങ്കിൽ ഒരു സത്യാഗ്രഹം, ഒരു സ്ട്രഗിളായിരുന്നു വൈക്കം സത്യാഗ്രഹ എന്ന് പറയുന്നത്. അത്രയും ഒരു പ്രോമിനൻ്റ് ആണിത്. ഓക്കെ, എന്താണ് കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വൈക്കം ക്ഷേത്രത്തിൻ്റെ അടുത്തുള്ള റോഡുകളിലൂടെയൊക്കെ, അതായത് വഴികളിലൂടെയൊക്കെ എന്താക്കാൻ പറ്റില്ല, താഴ്ന്ന ജാതിക്കാർക്ക്, മീൻസ് ഈ അൺടച്ചബിൾസ് എന്ന് പറയുന്ന ആൾക്കാർക്ക് നടക്കാനുള്ള ഒരു റൈറ്റൊന്നും അന്ന് ഉണ്ടായിരുന്നില്ല. വൈക്കം ക്ഷേത്രത്തിൻ്റെ സമീപ റോഡുകളാണ് കേട്ടോ. അപ്പോൾ അവിടെ കൂടി ഒന്നും നടക്കാനുള്ള റൈറ്റ് ആർക്കുണ്ടായിരുന്നില്ല, ഈ അൺടച്ചബിൾസിന് ഉണ്ടായിരുന്നില്ല. ഓക്കെ, അപ്പോൾ അതിനെതിരായിട്ട് ആണ് ഈ ഒരു സമരം നടക്കുന്നത്. അപ്പോൾ ഇതിന് നേതൃത്വം കൊടുത്ത ആൾക്കാരാണ് ടി.കെ. മാധവൻ, അതുപോലെ തന്നെ മന്നത്ത് പത്മനാഭൻ, പിന്നെന്താണ് CV കുഞ്ഞിരാമൻ, അതുപോലെ തന്നെ കെ. കേളപ്പൻ. ഈ 4 ആൾക്കാരുടെ
4 ലീഡേഴ്സായിരുന്നു ഇതിൻ്റെ പ്രോമിനൻറ്റ് ലീഡേഴ്സ്, അല്ലെങ്കിൽ ഈ 4 ആൾക്കാരായിരുന്നു പ്രധാനമായിട്ട് ഇത് നയിച്ചുകൊണ്ട് പോയത്. ആരൊക്കെയാണ്? ടി.കെ. മാധവൻ, മന്നത്ത് പത്മനാഭൻ, സി.വി. കുഞ്ഞിരാമൻ, അതുപോലെ തന്നെ നമ്മുടെ കെ അളപ്പൻ. ഇമ്പോർട്ടൻ്റ് ആണ് പേരുകൾ 4 നിങ്ങൾ ഓർത്ത് വെക്കണേ. ഓക്കെ, ഇനി ഈ ഒരു വൈക്കം സത്യാഗ്രഹവുമായി ബന്ധപ്പെട്ടാണ് സവർണ ജാഥ നടക്കുന്നത്. സവർണ ജാഥ മന്നത്ത് പത്മനാഭനായിരുന്നു ഓർഗനൈസ് ചെയ്തത്. അതായത് ഈ വൈക്കം സത്യാഗ്രഹവുമായി ബന്ധപ്പെട്ടാണ് സവർണ ജാഥ നടക്കുന്നത്. സവർണ ജാഥ സ്പെഷ്യലായിട്ട് നമുക്ക് 1 വേർഡിനൊക്കെ ചോദിക്കാനും ചാൻസ് ഉണ്ട് കേട്ടോ. അപ്പോൾ ഈ ഒരു സവർണ ജാഥയിലൂടെ എന്തായിരുന്നു ചെയ്തതെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ, ഇവർ തിരുവനന്തപുരത്ത് നേരെ പോയി. ഈ ജാഥ എവിടെ പോയി? തിരുവനന്തപുരത്ത് പോകുന്നുണ്ട്. അവിടെ പോയിട്ട് സേതു ലക്ഷ്മിബായി എന്ന് പറയുന്ന അന്നത്തെ ഭരണാധികാരി, ഓക്കെ, സേതു ലക്ഷ്മിബായിക്ക് അവരുടെ ഡിമാൻഡ് അറിയിച്ചു. എന്താണ് അവരുടെ പ്രശ്നം? എന്താണ്? വൈക്കം ക്ഷേത്രത്തിന് ചുറ്റുമുള്ള റോഡിലൂടെ എന്ത് ചെയ്യണം? അൺടച്ചബിൾസിന് നടക്കാനുള്ള പെർമിഷൻ കൊടുക്കണം. ഓക്കെ, അപ്പോൾ അവരുടെ ഡിമാൻഡ് സേതു ലക്ഷ്മിബായി അറിയിക്കുകയാണ്. ഓക്കെ, പിന്നീട് നമ്മുടെ ഗാന്ധിജിയുടെ ഇൻവോൾവ്മെൻറ്റ് ഉണ്ടായി കേട്ടോ ഇതിൽ 1925. ഓക്കെ, ഗാന്ധിജിയൊക്കെ ഇതിൽ എന്താണ് ഇടപെടുന്നുണ്ട്, ഈ ഒരു വൈക്കം സത്യാഗ്രഹത്തിൽ പങ്കെടുക്കുന്നുണ്ട്. ദെൻ അതിൻ്റെ എല്ലാം ഫലമായിട്ട് അവസാനം എന്ത് ചെയ്യുന്നുണ്ട്? ഇതൊരു സക്സസ്സിലോട്ട് പോകുന്നുണ്ട്. അതായത് എല്ലാവർക്കും ഈ വൈക്കം ക്ഷേത്രത്തിന് ചുറ്റുമുള്ള റോഡിലൂടെ നടക്കാനുള്ള ഒരു പെർമിഷൻ ഇവർക്ക് കിട്ടുന്നുണ്ട്. അതാണ് വൈക്കം സത്യാഗ്രഹം എന്ന് പറയുന്നത്. ഇതിനകത്ത് ഈ ലീഡേഴ്സിൻ്റെ പേരും സവർണ ജാഥ, അത് മന്നത്ത് പത്മനാഭനാണ്. 4 ലീഡേഴ്സ് നമ്മൾ കോമൺ ആയിട്ട് പറഞ്ഞു. അതിൽ തന്നെ മന്നത്ത് പത്മനാഭൻ്റെ നേതൃത്വത്തിലാണ് സവർണ ജാഥ നടക്കുന്നത്. ഓക്കെ, മലയാളത്തിൽ ഇങ്ങനെയൊക്കെ തന്നെയാണ് കേട്ടോ, സവർണ ജാഥ എന്നൊക്കെ തന്നെ പറയാം. അപ്പോൾ സവർണ ജാഥ നടക്കുന്നത്, അപ്പോൾ അതൊക്കെ നിങ്ങൾ പ്രത്യേകിച്ച് ശ്രദ്ധിച്ച് പഠിക്കേണ്ട കാര്യമാണ്. പിന്നെ ഒരു കാര്യം കൂടി ഒന്ന് ഓർമ്മിപ്പിക്കുകയാണ്, ഇവർക്ക് ഈ ഒരു റൈറ്റ് കിട്ടിയെങ്കിലും എല്ലാ വഴികളിലൂടെ ഇവർക്ക് പോകാൻ പറ്റില്ല. ഈ അൺടച്ചബിൾസിന് കിഴക്കേ നട ഒഴികെയുള്ള ബാക്കി എല്ലാ റോഡുകളിലൂടെയും ഇവർക്ക് സഞ്ചരിക്കാനുള്ള അവകാശം കിട്ടിയിരുന്നു കേട്ടോ. അതുകൂടി ജസ്റ്റ് ഒന്ന് ആഡ് ഓൺ ചെയ്തു, അത്രയേ ഉള്ളൂ. ഇനി നെക്സ്റ്റ് വരുന്നതാണ് ഗുരുവായൂർ സത്യാഗ്രഹം എന്ന് പറയുന്നത്. ഓക്കെ, ഇത് 1931, 32 ആ ഒരു ടൈമിലാണ് നടക്കുന്നത്. സോ ഗുരുവായൂർ സത്യാഗ്രഹം എന്തായിരുന്നു പ്രശ്നം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇതും അഗെയിൻ അൺടച്ചബിലിറ്റിക്ക്, തൊട്ടുകൂടായ്മയ്ക്ക് എതിരായിട്ട് നടന്ന ഒരു മൂവ്മെൻറ്റ് തന്നെയായിരുന്നു, ഒരു സത്യാഗ്രഹം തന്നെയാണ് ഗുരുവായൂർ സത്യാഗ്രഹം എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ പ്രധാനപ്പെട്ട ലക്ഷ്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മുടെ ഗുരുവായൂർ ക്ഷേത്രം ഉണ്ടല്ലോ, അപ്പോൾ ഗുരുവായൂർ ക്ഷേത്രം എല്ലാ ഹിന്ദുക്കൾക്കും വേണ്ടിയിട്ട്, എല്ലാ ഹിന്ദുസിനും വേണ്ടിയിട്ട് ഓപ്പൺ ചെയ്ത് കൊടുക്കണം. അവിടെ എന്താണ് ഉയർന്നവനെന്നോ താഴ്ന്നവനെന്നോ വ്യത്യാസം ഇല്ലാണ്ട്, അൺടച്ചബിൾസ് എന്നോ ഒന്നും വ്യത്യാസം ഇല്ലാണ്ട് ഗുരുവായൂർ ക്ഷേത്രം എല്ലാ ഹിന്ദുസിനും വേണ്ടിയിട്ട് ഓപ്പൺ ചെയ്ത് കൊടുക്കുക എന്ന് പറഞ്ഞിട്ടായിരുന്നു ഇവർ ഈ ഒരു ഗുരുവായൂർ സത്യാഗ്രഹം നടത്തിയത്. ഓക്കെ, കാരണം അന്ന് ഈ ഗുരുവായൂർ ക്ഷേത്രത്തിന് മുഴുവൻ കൺട്രോളും ആരുടെ കയ്യിലായിരുന്നു? നമ്മുടെ കോഴിക്കോട് സാമൂതിരിയുടെ കയ്യിലായിരുന്നു. കാലിക്കറ്റുള്ള സാമൂതിരിയുടെ കൺട്രോളിലായിരുന്നു ഇത് ഉണ്ടായിരുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ സവർണന്മാർക്ക് മാത്രമായിരുന്നു എന്തായത് ഈ ഒരു ക്ഷേത്രത്തിൽ പ്രവേശിക്കാനുള്ളൊരു റൈറ്റൊക്കെ ഉണ്ടായിരുന്നത്. അതുകൊണ്ടാണ് ഇവർ എല്ലാവർക്കും തുറന്നു കൊടുക്കണമെന്നുള്ള നിലയ്ക്ക് സമരം നടത്തിയത്. 1931 സ്റ്റാർട്ട് ചെയ്യുന്നത്. ഇതിലും ലീഡേഴ്സ് ഉണ്ട്. ആരൊക്കെയാണ്? കെ കേളപ്പനും അതുപോലെ തന്നെ മന്നത്ത് പത്മനാഭനും. ഓക്കെ, കെ കേളപ്പനും മന്നത്ത് പത്മനാഭനും ഇവർ രണ്ടുപേരും ചേർന്നിട്ടാണ് എന്ത് ചെയ്യുന്നത്? ഈ ഒരു സമരം നയിച്ചുകൊണ്ട് പോയത്. ഇതിൽ തന്നെ എടുത്തു പറയേണ്ട ഒരു കാര്യം, കെ കേളപ്പനാണെന്നുണ്ടെങ്കിൽ അദ്ദേഹം എന്ത് ചെയ്തിരുന്നു? ഈ ഒരു ക്ഷേത്രത്തിൻ്റെ ഫ്രണ്ടിൽ ഒരു ഇൻഡിഫിനിറ്റ് ആയിട്ടുള്ളൊരു ഫാസ്റ്റിംഗ് വരെ നടത്തി. അതായത് മറ്റേ എന്താ പറയുക, ഉപവാസം ഇരുന്നുകൊണ്ടുള്ള ഒരു സമരം ഉണ്ടല്ലോ, ഒന്നും കഴിക്കാണ്ടൊക്കെ, ആ ഒരു കാര്യമൊക്കെ ഇദ്ദേഹം ചെയ്യുന്നുണ്ട്. അത്രയും ത്യാഗമൊക്കെ അനുഭവിച്ചിട്ടുണ്ടായിരുന്നു. ഓക്കെ, പക്ഷേ ഇത് പൂർണ്ണമായിട്ട് ഒരു സക്സസ്സിലോട്ടൊന്നും എത്തിയില്ലായിരുന്നു കേട്ടോ. അതായത് പൂർണ്ണമായിട്ട് എല്ലാവർക്കും ഓപ്പൺ ചെയ്തൊന്നും കൊടുക്കുന്ന ആ ഒരു ലെവലിലൊന്നും എത്തിയിട്ടുണ്ടായിരുന്നില്ല അന്ന്. എങ്കിലും ഇതൊരു ഓളം സൃഷ്ടിച്ചു. കാരണം അത്രയും പവർഫുള്ളായിട്ട് നടന്ന ഒരു സംഭവമല്ലേ. അപ്പം എല്ലാവരുടെ മനസ്സിലും ആ ഒരു എന്താ പറയുക, ഇതിങ്ങനെയുള്ള കാര്യങ്ങൾക്കെതിരെ പ്രതിഷേധിക്കാനുള്ളൊരു സ്ട്രെങ്ത് എല്ലാവർക്കും കിട്ടി. ആ ഒരു കാര്യമാണ്. ഇതിലും ഗാന്ധിജി ഗാന്ധിജിയുടെ അഡ്വൈസ് പ്രകാരമൊക്കെ തന്നെയാണ് ഈ ഒരു സമരം എന്ത് ചെയ്തത്? അവസാനിപ്പിക്കുന്നത് കേട്ടോ. ഗാന്ധിജിയുടെ ഒരു അഡ്വൈസ്, ഉപദേശപ്രകാരമാണ് ഇതൊക്കെ അവസാനിപ്പിക്കുന്നത് 1932. ഓക്കെ, അത്രയും കാര്യങ്ങളൊക്കെ മതി അവിടെ നിന്ന്. ഇനി അടുത്ത് പഠിക്കാനുള്ളതാണ് ടെമ്പിൾ എൻട്രി പ്രൊക്ലമേഷൻ. ക്ഷേത്ര പ്രവേശന വിളംബരം എന്നാണ് മലയാളത്തിൽ പറയുക. വളരെ പ്രധാനമാണ്, 2 മാർക്കിനൊക്കെ ചോദിക്കാറുണ്ട്. ക്ഷേത്ര പ്രവേശന വിളംബരം ഇത് 1936 കേട്ടോ ഇത് നടക്കുന്നത്. എന്താണ് സംഭവം എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ, ഞാനത് ആ ഒരു സെൻറ്റൻസ് അതുപോലെ ഒന്ന് വായിക്കാമെങ്കിൽ അതൊരു ഗുമ്മുള്ളൂ കേട്ടോ. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ശ്രീ ചിത്ര തിരുനാൾ ബാലരാമവർമ്മ, the ruler of Travancore, issued the famous Temple Entry Proclamation on 12th November 1936, opening all the temples of Travancore state to all Hindus irrespective of caste. ഇതാണ് ടെമ്പിൾ എൻട്രി പ്രൊക്ലമേഷൻ. എന്താണ് സംഭവം? തിരുവിതാംകൂറിലുള്ള എല്ലാ ക്ഷേത്രങ്ങളും കാസ്റ്റിൻ്റെ മീൻസ് ജാതിയുടെ ഒരു എന്താ പറയുക ബാരിയേഴ്സും വയ്ക്കാണ്ട് എല്ലാവർക്കും ഓപ്പൺ ചെയ്ത് കൊടുത്തു.
അതാണ് ഈ ഒരു ഓർഡർ എന്ന് പറയുന്നത്. ഇതാരാ ഇഷ്യൂ ചെയ്തത്? ശ്രീ ചിത്ര തിരുനാൾ ബാലരാമവർമ്മ എന്ന് പറയുന്ന അന്നത്തെ തിരുവിതാംകൂർ ഭരണാധികാരിയായിരുന്നു കേട്ടോ. ശ്രീ ചിത്ര തിരുനാൾ ബാലരാമവർമ്മയാണ് ഇത് ഇഷ്യൂ ചെയ്തത്. 1936 എന്ത് ചെയ്തു? എല്ലാ ടെമ്പിൾസും, ട്രാവൻകൂറിലുള്ള എല്ലാ ക്ഷേത്രങ്ങളും എല്ലാ ഹിന്ദുക്കൾക്കുമായിട്ട് ഓപ്പൺ ചെയ്തു കൊടുത്തു. അതാണ് ഈ ഒരു വിളംബരത്തിലൂടെ തിരുവിതാംകൂറിലുള്ള എല്ലാ ക്ഷേത്രങ്ങളും എല്ലാ ഹിന്ദുസിനും അവരുടെ ജാതി ഒന്നും കണക്കിലെടുക്കാണ്ട് എല്ലാവർക്കുമായിട്ട് ഓപ്പൺ ചെയ്ത് കൊടുത്തു. അതാണ് ഈ ഒരു പ്രൊക്ലമേഷൻ്റെ പ്രത്യേകത എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ. ഇത് നമ്മൾ മനസ്സിലാക്കേണ്ട, ഇത് എന്തുകൊണ്ട് ഇത്രയും ഇമ്പോർട്ടൻ്റ് ആയിട്ട് പറയുന്നതെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ എക്സാം പോയിന്റ് ഓഫ് വ്യൂവിൽ മാത്രമല്ല, നോക്കൂ, ഇന്ത്യയിൽ തന്നെ ആദ്യമായിട്ടായിരുന്നു ഇത്തരത്തിലൊരു വിളംബരം നടക്കുന്നത്. അതുകൊണ്ടാണ് ഇതിൻ്റെ ഒരു പ്രസക്തി ഏറുന്നത് കേട്ടോ. ഇന്ത്യയിൽ തന്നെ ആദ്യമായിട്ടായിരുന്നു ഇത്തരത്തിലൊരു പ്രൊക്ലമേഷൻ നടന്നത് ഇന്ത്യക്കകത്ത്. സോ അതുകൊണ്ട് തന്നെ ഇതൊരു ഹിസ്റ്റോറിക് ഡോക്യുമെൻ്റ് എന്ന് തന്നെ നമുക്ക് പറയാം. പിന്നെ ഗാന്ധിജി ഈ ഒരു ക്ഷേത്രപ്രവേശന വിളംബരത്തെ വിളിച്ച ഒരു പേരാണ് എ മിറാക്കിൾ ഓഫ് മോഡേൺ ടൈംസ് എന്ന്. അതായത് ആധുനിക കാലത്തെ മഹാ അത്ഭുതം എന്നുള്ള നിലയ്ക്ക് മിറാക്കിൾ ഓഫ് മോഡേൺ ടൈംസ് എന്ന് ഗാന്ധിജി തന്നെ ഈ ഒരു ടെംപ്ലറി പ്രൊക്ലമേഷനെ ഡിഫൈൻ ചെയ്തിട്ടുണ്ട്. ക്ലിയർ ആണല്ലോ. ഇനി അടുത്ത് വരുന്നതാണ് പാലിയം സത്യാഗ്രഹ. പാലിയം സത്യാഗ്രഹം എന്ന് തന്നെയാണ് മലയാളത്തിൽ പറയുക. 1947 നടക്കുന്നുണ്ടായിരുന്നത്. എന്താണിതെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ കൊച്ചിയിലുള്ള കൊച്ചിയിലാണ് കേട്ടോ. കൊച്ചിയിലുള്ള ടെമ്പിൾസും ക്ഷേത്രങ്ങളും ആ ക്ഷേത്രത്തിനോടനുബന്ധിച്ച് വരുന്ന നടപ്പാതകളും, അതായത് റോഡുകളുണ്ടല്ലോ, മീൻസ് അപ്രോച്ച് റോഡ്സ് എന്നാണ് നമ്മൾ ഇംഗ്ലീഷിൽ പറയുന്നത്. അപ്പോൾ ഈ ടെമ്പിൾസും ഈ അപ്രോച്ച് റോഡ്സിലൂടെയും ഒക്കെ നമ്മുടെ താഴ്ന്ന ജാതിയിൽപ്പെട്ട ആൾക്കാർക്ക് നടക്കാനുള്ള പെർമിഷൻ ഉണ്ടായിരുന്നില്ല എല്ലായിടത്തെയും പോലെ തന്നെ. അപ്പോൾ അതിനെതിരായിട്ടായിരുന്നു ഈ ഒരു പാലിയ സത്യാഗ്രഹം നടക്കുന്നത്. അവിടെ എന്താണ് സംഭവിച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ പാലിയത്തച്ഛൻ എന്ന് പറഞ്ഞിട്ട് കൊച്ചിയിലെ ഒരു ചീഫ് മിനിസ്റ്ററാണ് നമ്മുടെ ഈ പാലിയത്തച്ഛൻ എന്ന് പറയുന്നത്. അപ്പോൾ പാലിയത്തച്ഛൻ്റെ ആ ഒരു അദ്ദേഹം താമസിക്കുന്ന ആ ഒരു റെസിഡൻസിന് ചുറ്റുമുള്ള റോഡിലൂടെയൊക്കെ ഈ അവർണന്മാരെന്ത് ചെയ്തു? നടക്കാൻ തുടങ്ങി. മീൻസ് അവരത് യൂസ് ആക്കാൻ തുടങ്ങി. അപ്പോൾ അങ്ങനെ വന്നപ്പോൾ അത് ചെന്നമംഗലത്താണ് ആ ഒരു സ്ഥലം വരുന്നത്. അപ്പോൾ അങ്ങനെ വന്നപ്പോൾ അത് ഒരുപാട് പ്രശ്നം, കാരണം ഈ താഴ്ന്ന ജാതിയിലുള്ളവർക്ക് നടക്കാൻ റൈറ്റ് ഇല്ലാത്ത, ഫ്രീഡം ഇല്ലാത്ത റോഡുകളാണ്. അപ്പോൾ ഇവരത് യൂസ് ആക്കാൻ തുടങ്ങിയപ്പോഴാണ് അവിടെ ക്ലാഷസ് വരുന്നത്, പ്രശ്നം വരുന്നത്. സോ അങ്ങനെ എന്ത് ചെയ്തു? ഈ ഒരു പാലിയം സത്യാഗ്രഹ ഇവർ ഒഫീഷ്യലി ലോഞ്ച് ചെയ്യുകയാണ്. ഇത് സി കേശവൻ്റെ നേതൃത്വത്തിലായിരുന്നു ഇത് ഈ ഒരു സത്യാഗ്രഹം നടന്നത്. അത് വൺ വേർഡ് നമുക്ക് ചോദിക്കാം. സി കേശവൻ എന്ന് പറയുന്ന വ്യക്തിയുടെ നേതൃത്വത്തിലാണ് ഇത് നടന്നത്. 1947 ഇത് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇവരുടെ പ്രധാനപ്പെട്ട എയിം എന്താണ്? ആ റോഡുകളെല്ലാം എല്ലാവർക്കുമായിട്ട് ഓപ്പൺ ചെയ്ത് കൊടുക്കുക എന്നുള്ളത് തന്നെയാണ് ഇവരുടെ പ്രധാനപ്പെട്ട എയിം എന്ന് പറയുന്നത്. പാലിയത്തച്ഛനെ കൊണ്ട്, അല്ലെങ്കിൽ ആ പാലിയം ഫാമിലിനെ കൊണ്ട് എല്ലാ റോഡുകളും എല്ലാവർക്കുമായിട്ട് ഓപ്പൺ ചെയ്ത് കൊടുത്തേക്കുക എന്നുള്ളൊരു എയിമിലാണ് ഇവർ ഈ ഒരു സമരം മുന്നോട്ട് കൊണ്ടുവന്നത്, സത്യാഗ്രഹം. പിന്നെ ഗവൺമെൻറ് ഇവർക്കെതിരായിട്ട് ഈ സത്യാഗ്രഹികളെ എന്ത് ചെയ്യുന്നുണ്ട്? നന്നായിട്ട് തന്നെ മർദ്ദിക്കുന്നുണ്ട്. ഒരുപാട് പേര് കൊല്ലപ്പെടുന്നുണ്ട്, ലാത്തി ചാർജൊക്കെ എടുക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു ടൈമിൽ AG വേലായുധൻ എന്നൊക്കെ പറയുന്ന ഒരു സത്യാഗ്രഹി കൊല്ലപ്പെടുന്നതായിട്ടൊക്കെ പറയുന്നുണ്ട്. അങ്ങനെ ഈ ഒരു സത്യാഗ്രഹം അവിടെ അവസാനിപ്പിക്കുകയും ചെയ്യുന്നുണ്ട്. 1948 തന്നെ ഇത് അവസാനിപ്പിക്കുകയും ചെയ്യുന്നുണ്ട്. പക്ഷെ പിന്നീട് എന്ത് ചെയ്തു? കൊച്ചിയിലുള്ള എല്ലാ ക്ഷേത്രങ്ങളും എന്ത് ചെയ്യാണ്? ഹിന്ദുക്കൾക്കൊക്കെ ആയിട്ട് വേണ്ടിയിട്ട് ഓപ്പൺ ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ എന്തായാലും നമ്മൾ അവിടെ മനസ്സിലാക്കേണ്ടത് കൊച്ചിയിലാണ്. ആൻഡ് ആ പാലിയത്തച്ഛൻ ആ ഒരു പേര് അവിടെ നമ്മൾ ഓർക്കണം. പിന്നെന്താണ്, ആ റോഡുകൾ ഓപ്പൺ ചെയ്ത് കിട്ടാനാണ് ഇവർ ഈ ഒരു സമരം നടത്തിയത്. ആരുടെ നേതൃത്വത്തിലായിരുന്നു? സി കേശവൻ്റെ നേതൃത്വത്തിലായിരുന്നു. അപ്പം എന്ത് ചെയ്തു? ഇവരെ എല്ലാവരും അടിച്ചമർത്താൻ നോക്കുന്നുണ്ട് ഗവൺമെൻറ്, നോക്കിയിട്ടുണ്ടായിരുന്നു. അതിലൊരുപാട് പേര് കൊല്ലപ്പെടുന്നു. അങ്ങനെ സത്യാഗ്രഹം അവസാനിക്കുകയും ചെയ്യുന്നുണ്ട്. ഇത്രയും കാര്യങ്ങളൊന്ന് ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കിയിരുന്നാൽ മതിയാവും. പിന്നെ ഈ ഒരു ചാപ്റ്ററിൻ്റെ തുടക്കത്തിൽ കുറേ ഇൻട്രൊഡക്ഷനും കുറേ പോർഷൻസ് പറയുന്നുണ്ട്. അതിനകത്ത് സ്പ്രെഡ് ഓഫ് നോളജ് എന്ന് പറഞ്ഞിട്ടൊരു ടോപ്പിക്കാണ്. അപ്പോൾ അതിനകത്ത് നമുക്ക് ചില വൺ വേർഡ്സൊക്കെയാണ് ചോദിക്കാറുള്ളത് കേട്ടോ. ഒരുപാട് അതിനകത്ത് ഗ്രാമർ ടെക്സ്റ്റിൻ്റെയും അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് പറ്റുന്നുള്ളവർ മീൻസ് സമയം കിട്ടുന്ന കുട്ടികളാണെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഇതൊന്ന് വായിച്ചിട്ട് പോകുന്നത് നല്ലതായിരിക്കും. സ്പ്രെഡ് ഓഫ് നോളജ് കേട്ടോ ടോപ്പിക്കിൻ്റെ പേര്. കാരണം അതിനകത്ത് വലുതായിട്ട് വേറെ കാര്യങ്ങളൊന്നും പറയാനില്ല. ഏതെങ്കിലുമൊക്കെ വൺ വേർഡ്സ് മേ ബി ചോദിക്കാൻ ചാൻസ് ഉണ്ട്, അത്രയേ ഉള്ളൂ. പിന്നെ ലാസ്റ്റ് വരുന്നൊരു ടോപ്പിക്കാണ് മലയാളി ഐഡൻറ്റിറ്റി എന്ന് പറയുന്നത്. ഇത് ഞാൻ ഓൾറെഡി സെപ്പറേറ്റ് ആയിട്ട് ഡീറ്റെയിൽ ആയിട്ട് തന്നെ വീഡിയോ ചെയ്തിട്ടുണ്ട് കേട്ടോ. ഒരു ചെറിയൊരു ടോപ്പിക്കാണ്. ഇതിനകത്തും വൺ വേർഡ്സൊക്കെ വരും, അങ്ങനെ ഭയങ്കര ഇമ്പോർട്ടൻ്റ് എന്ന് പറയാനില്ല. പക്ഷേ എങ്കിലും നമുക്ക് പഠിച്ച് വെക്കേണ്ട ഒരു ടോപ്പിക്ക് തന്നെയാണ് കേട്ടോ. അപ്പം ഇത് നിങ്ങൾ എന്താക്കുക, ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് കൊടുത്തേക്കാം. ഞാൻ ഡിസ്ക്രിപ്ഷനിലും കമൻറ്റ് ബോക്സിലും കൂടി ഞാനത് പിൻ ചെയ്ത് കൊടുത്തേക്കാം കേട്ടോ ലിങ്ക്. സോ മലയാളി ഐഡൻറ്റിറ്റി അത് ആ ഒരു ക്ലാസ് കൂടി ജസ്റ്റ് ഒന്ന് കണ്ടേച്ചാൽ മതി. അതിനകത്ത് വലിയ കാര്യങ്ങളൊന്നുമില്ല, ചെറുതായിട്ട് തന്നെയാണ്. അപ്പോൾ ജസ്റ്റ് അതുകൂടി ഒന്ന് നിങ്ങൾ കാണുക. അത് ഞാൻ ഇതിലൂടെ ഇൻക്ലൂഡ് ആക്കാത്തത്, വീഡിയോ നല്ല ലെന്തി ആയിട്ടുണ്ട്. പിന്നെ ഞാൻ ഓൾറെഡി ചെയ്ത് വെച്ചിട്ടുള്ളത് കാരണമാണ് അങ്ങനെ പറയുന്നത് കേട്ടോ.
അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ ഈ ഒരു ചാപ്റ്റർ. ഇതിനകത്ത് ഒരു വലിയൊരു ചാപ്റ്ററാണ്, ഇനിയും കുറേ പോർഷൻസ് ഒക്കെ കിടക്കുന്നുണ്ട്. അതൊക്കെ എന്താണ്, അങ്ങനെയൊന്നും അധികം ക്വസ്റ്റ്യൻസ് ഒന്നും വരാത്ത പോർഷൻസ് ആണ്. പ്രത്യേകിച്ച് നമുക്കറിയാം ഈ ഒരു ചാപ്റ്ററിൽ നിന്നൊക്കെ വെയിറ്റേജ് കുറവാണ്. പിന്നെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഈ ഒരു ചാപ്റ്റർ റിലേറ്റ് ചെയ്തിട്ടാണ് നമുക്ക് ക്രൊണോളജിക്കൽ ഓർഡർ വരുന്നത്. ഓക്കെ, അതിൻ്റെ വീഡിയോ ഞാൻ സെപ്പറേറ്റ്ലി ചെയ്തിട്ടുണ്ട്. നമുക്കറിയാം എന്താണ് ക്രൊണോളജി എന്ന് പറയുമ്പോൾ 4 മാർക്കാണ്. അപ്പം അത് എല്ലായ്പ്പോഴും എല്ലാ വർഷവും ഈ ഒരു ചാപ്റ്ററിൽ നിന്നാണ് ചോദിക്കാറുള്ളത് കേട്ടോ. നമ്മൾ ഈ പഠിച്ച പഴശ്ശി റിവോൾട്ടും കുറിച്യ റിവോൾട്ടും എന്താ പറയുക ടെമ്പിൾ ആൻഡ് ഡ്രീം ഇതൊക്കെ വെച്ചിട്ടുള്ള ഈ വർഷങ്ങളൊക്കെ തന്നെ നമ്മൾ പഠിച്ചിട്ട് പോയാൽ മതി, നമുക്ക് കിട്ടും. അപ്പോൾ ക്രൊണോളജി ഞാൻ സെപ്പറേറ്റ് ആയിട്ട് തന്നെ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്. ഞാൻ ഹിസ്റ്ററിക്ക് വേണ്ടിയിട്ട് ചെയ്തിട്ടുള്ള കാര്യങ്ങളെല്ലാം കൂടി ഒരു പ്ലേലിസ്റ്റ് ആക്കിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ അതിൻ്റെ ലിങ്കും ഞാൻ കമൻറ്റ് ബോക്സിൽ കൊടുത്തേക്കാം. പിന്നെ എന്താണ്, ഒരു കുട്ടി ഇന്ന് ഡിസ്ക്രിപ്ഷനിൽ നിന്ന് എടുക്കാൻ അറിയത്തില്ല എന്ന് പറഞ്ഞു. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നിങ്ങൾക്ക് ഇത് കിട്ടുന്നില്ല, ലിങ്ക് അല്ലെങ്കിൽ ഓപ്പൺ ആവുന്നില്ല, അങ്ങനെ എന്തെങ്കിലും ഇഷ്യൂ ഉണ്ടെങ്കിൽ എന്ത് ചെയ്യുക, നിങ്ങൾ നമ്മുടെ ഹോം പേജ് എടുക്കുക, പ്ലേലിസ്റ്റിൻ്റെ സെക്ഷനിലോട്ട് പോവുക. അപ്പോൾ പ്ലേലിസ്റ്റിൽ ആദ്യം തന്നെ കാണുന്ന പ്ലേലിസ്റ്റാണ് +2 ഹിസ്റ്ററി പബ്ലിക് എക്സാം 2026 എന്ന് പറഞ്ഞിട്ട് തന്നെ ഒരു പ്ലേലിസ്റ്റ് ഉണ്ടാക്കിയിട്ടുണ്ട്. ഓക്കെ, അതിനകത്ത് ഈ ആവശ്യമുള്ള കാര്യങ്ങളെല്ലാം അതിനകത്തുണ്ട്. ഓക്കെ, ക്രൊണോളജി, മാപ്പും ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസ്, ബാക്കിയുള്ള ചാപ്റ്റേഴ്സും ഒക്കെ അതിനകത്ത് വരുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ ആ പ്ലേലിസ്റ്റ് ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കിയാൽ മതി. ഞാൻ ലിങ്കും കൊടുത്തേക്കാം കേട്ടോ. ഓക്കെ, ഇനി എന്തെങ്കിലും ഡൗട്ട്സും കാര്യങ്ങളും ഉണ്ടെന്നുണ്ടെങ്കിൽ കമൻറ്റ് സെക്ഷനിൽ അറിയിക്കുക. പിന്നെ വേറെയും ചില ചാപ്റ്റേഴ്സ് കൂടി എടുത്തു തരാൻ വേണ്ടിയിട്ട് പറഞ്ഞിട്ടുണ്ട്. അതൊക്കെ നമ്മൾ ചെയ്യുന്നതായിരിക്കും വഴിയെ തന്നെ. ഓക്കെ, പെട്ടെന്ന് ഇതിനെ മാക്സിമം പറ്റുന്ന പോലെ ചെയ്യാം കേട്ടോ. ഓക്കെ, അപ്പോൾ എന്താണ്, ഇത് നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ദെൻ ഫ്രണ്ട്സിനൊക്കെ കൂടി ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും ഹൈപ്പ് തരാനും ഒക്കെ മറക്കരുത്. ഓക്കെ.